നമസ്കാരം. മാർക്ക് ഫെല്ലറുടെ അമ്മയുടെ ബോഡി സുരക്ഷിതമായി ഒരു നിലവറയിലേക്ക് മാറ്റിയതിനു ശേഷം മാർക്ക് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന്റെ പുറകിലുള്ള മലയിലേക്ക് നടന്നു. ആ മലയിലേക്ക് ഇങ്ങനെ നടന്നു കയറുമ്പോൾ മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടെ മുഴുവൻ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. പുതിയ പൗലി മാസ്റ്റർ ഡാൻ കിങ് ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതിൽ ഒരു മിടുക്കൻ തന്നെയാണ്. അത് അയാൾ വീണ്ടും അവിടെ തെളിയിച്ചിരിക്കുകയാണ്. വരണ്ട ഭൂമിയായിരുന്ന മൊട്ടക്കുന്നായിരുന്ന ആ മലകളൊക്കെ നിറയെ ഇപ്പോ മെഡിസിനൽ പ്ലാന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ കാഴ്ച അല്പനേരം നോക്കി നിൽക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. മാർക്കിന്റെ സുഹൃത്തു കൂടിയായ ജിയാങ്കു കൊല്ലപ്പെട്ട സമയത്ത് ജിയാങ്കുവിന്റെ ഡിവൈൻ സെൻസിനെ ജിയാങ്കുവിന്റെ ബോഡിയിൽ നിന്ന് സുരക്ഷിതമായി കളക്ട് ചെയ്ത മാർക്ക് ഫെല്ലർ ആ ഡിവൈൻ സെൻസിനെ മറ്റൊരു ബോഡിയിലേക്ക് മാറ്റിയിരുന്നു. ആ ബോഡിയിലാണ് ഇപ്പോൾ ജിയാങ്കു ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കാര്യവും. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ബോഡിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ഡിവൈൻ സെൻസിനെ പിൻവലിച്ച മാർക്ക് ഫെല്ലർ അത് മറ്റൊരു ബോഡിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ ബോഡിയിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ജീവിക്കുന്നത്. അവർ രണ്ടുപേരുടെയും ഡിവൈൻ സെൻസ് അങ്ങനെ മറ്റേ ബോഡികളിലേക്ക് മാറ്റിവെക്കാൻ പറ്റിയെങ്കിൽ തനിക്ക് ഉറപ്പായും അമ്മയുടെ ഡിവൈൻ സെൻസ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിനെ വേറൊരു ബോഡിയിലേക്ക് കയറ്റിവിടാൻ കഴിയും. മാർക്കിന് അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. മറ്റൊരു ബോഡിയിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്ന സമയത്ത് മാർക്കിന്റെ അമ്മയുടെ ബോഡി തന്നെ സുരക്ഷിതമായി ഉണ്ടെങ്കിൽ അമ്മയുടെ ബോഡിയിലേക്ക് തന്നെ വീണ്ടും ആ ഡിവൈൻ സെൻസ് കയറ്റാൻ പറ്റും. അതിന്റെ സാധ്യതയെക്കുറിച്ചാണ് മാർക്ക് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു ഭ്രാന്തമായ ആശയമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും മാർക്കിന് അതിലൊരു സാധ്യത ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മാർക്കിന്റെ മനസ്സിൽ മാർക്കിനെ ചതിച്ച ആ ആളുകളുടെ മുഖം ഓർമ്മ വരുന്നത്. ആ മുഖം ഓർമ്മ വന്നതും മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൽ നിന്ന് വീണ്ടും റെയിൻബോ വില്ലേജിലേക്ക് തിരിച്ചു. റെയിൻബോ വില്ലേജിലെത്തിയ മാർക്ക് ഫെല്ലർ ആദ്യം തിരക്കിയത് അവൻ ആന്റി എന്ന് വിളിച്ച ആ മെങ് എന്ന ലേഡിയാണ്. അവരെ അവിടെ കാണാതെ വന്നതും മാർക്ക് അവിടെ നിന്ന് പൈറോയുടെ അയൽ രാജ്യത്ത് ഉള്ള ആ ടൗണിലേക്ക് പോയി, ആ ട്രയാങ്കിൾ സിറ്റിയിലേക്ക്. ആ ട്രയാങ്കിൾ സിറ്റിയിൽ മാർക്ക് ചെന്നത് ആ മെങ് അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. അവിടെ എത്തി മാർക്ക് അവിടേക്ക് തിരക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ വന്നതും മെങ് മാർക്കിനെ കൊണ്ടുപോയ ആ പാലസിലേക്ക് ചെന്നു. ഒരു വലിയ ബംഗ്ലാവിലാണ് മാർക്കിനെ മെങ് കൊണ്ടുപോയിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങിന്റെ ഓണറും സ്ഥലത്തില്ല. അയാളും ടൗണിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അവിടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന വേറൊരാളുണ്ടെന്നുള്ള ഒരു വാർത്ത മാർക്ക് അറിഞ്ഞു. ലോഡ് എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു കക്ഷി അവിടെ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. മാർക്ക് അതിവേഗം ആ കൊട്ടാരത്തിലെത്തി. അവിടെയുള്ള കാവൽക്കാർക്ക് മാർക്കിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിവേഗം മാർക്ക് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു. കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്ന മാർക്ക് ആ കൊട്ടാരം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഈ പറഞ്ഞ കക്ഷി കിട്ടിയില്ല. മാർക്ക് ആ കൊട്ടാരത്തിൽ വിശദമായ ഒരു അന്വേഷണം അതിന്റെ ഫലമായി നടത്തി. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മാർക്കിന് ഒരു ബോക്സ് കിട്ടിയത്. ആ ബോക്സ് തുറന്ന മാർക്ക് കാണുന്നത് 3 ചെറിയ കൊടികളാണ്. ആ കൊടികൾ കണ്ടപ്പോൾ മാർക്കിനൊരു കൗതുകം. അതേ ശൈലിയുള്ള കൊടികൾ മാർക്ക് ഇതിനു മുമ്പ് കണ്ടായിരുന്നു. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് പൗലി മാസ്റ്റർ ടീമും ഉൾക്കൊള്ളുന്ന ആ സംഘത്തെ ഹെവൻലി വേൾഡിലേക്ക് കൊണ്ടുപോകാനായി ആ സഹോദരനും സഹോദരിയും കൂടി സ്ഥാപിച്ച അതേ ഫ്ലാഗുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ഫ്ലാഗുകളാണ് ആ പെട്ടിയിൽ ഇരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ജിങ്ഡോ മാർഷൽസ് അസോസിയേഷന്റെ ലൈബ്രറിയിൽ നിന്ന് വായിച്ചെടുത്ത ഒരു വിവരം മാർക്കിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. 8 ഫ്ലാഗുകൾ ഉണ്ടെങ്കിലേ ഈ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യത്തുള്ളൂ. ഫ്ലാഗുകൾ കണ്ടതും പെട്ടെന്ന് മാർക്ക് ആ ബോക്സ് തുറന്ന് എണ്ണി നോക്കുമ്പോൾ അതിനകത്ത് 3 ഫ്ലാഗേ ഉള്ളൂ. 3-3 എന്ന് കരുതി മാർക്ക് ആ ഫ്ലാഗുകളുമായി നേരെ മടങ്ങിയെത്തിയത് ആ റെയിൻബോ വില്ലേജിലാണ്. റെയിൻബോ വില്ലേജിൽ മാർക്കിനെ ഒരു പ്ലേസിൽ മെങ് ആദ്യം കൊണ്ടുപോയിരുന്നു. ആദ്യത്തെ തവണ മാർക്ക് വന്നപ്പോഴാണ് അവിടേക്ക് മാർക്കിനെ അവർ കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് അവൻ്റെ അമ്മ അപ്രത്യക്ഷമായെന്നൊക്കെ അന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നു. അതിന് നേരെ വിരുദ്ധമായ കഥയാണ് രണ്ടാമത്തെ തവണ പറഞ്ഞത്. മാർക്ക് എന്തായാലും ആദ്യം അവര് കാണിച്ച സ്ഥലത്ത് ഒന്നുകൂടെ ചെന്നു. അന്ന് അവിടെ ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം മാർക്ക് കണ്ടിരുന്നു. അതവിടെ ഉണ്ടോ എന്നറിയാനാണ് മാർക്ക് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ മാർക്കിനെ അതിശയപ്പെടുത്തിയ ഒരു രംഗമാണ് മാർക്ക് കാണുന്നത്. അവിടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമേ ഇല്ല. അത് ആരോ അഴിച്ചെടുത്തിരിക്കുകയാണ്. മാർക്കിനെ കബളിപ്പിക്കാൻ വേണ്ടി അവിടെ താൽക്കാലികമായി സെറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം ആണോ ഇനി അവിടെ ഉണ്ടായിരുന്നത്, അതോ
യഥാർത്ഥത്തിൽ അവിടെ ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. മാർക്കിന് ഒരു തീർപ്പും കൽപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഭാഗമൊക്കെ അരിച്ച് പിറക്കി നോക്കിയിട്ടും ഒരു വിവരവും ലഭിക്കാതെ വന്നതും മാർക്ക് ഫെല്ലർ ന്യൂ സെലസിലേക്ക് മടങ്ങിയെത്തി ആ കാര്യങ്ങളൊക്കെ കമാൻഡർ ലാരി ഹോംസിനോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും ലാരി ഹോംസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ലോഡ് എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് അത്ര ശക്തനൊന്നുമല്ല. അയാളെ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ നീ ആദ്യം പരിചയപ്പെട്ട കക്ഷിയില്ലേ, ആ മെങ്ങിന്റെ ലീഡർ, അയാളാണ് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാവരും ബോസ് എന്ന് വിളിക്കുന്ന ആ ആളുടെ അടുത്തേക്കാണ് മാർക്കിനെ മെങ്ങ് കൊണ്ടുപോയത്. ആ ബോസിനെ മാർക്ക് ആ പടിക്കെട്ടി കൂടി വലിച്ചിഴച്ചുകൊണ്ടുവരുന്ന രംഗം ഇപ്പോഴും മാർക്കിന് ഓർമ്മയുണ്ട്. ആ ബോസാണ് യഥാർത്ഥത്തിൽ തലവൻ. അയാള് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുകയാണ്. അവൻ്റെ അമ്മയെ ആരാണ് പിടികൂടിയത്, എന്തിനാണ് അമ്മയെ കൊന്നത്, ആ വിവരങ്ങളാണ് മാർക്കിന് അറിയേണ്ടത്. ബോസ് സംസാരിച്ച കൂട്ടത്തിൽ മാർക്ക് മനസ്സിലാക്കിയത് ഒരു സിമ്പിൾ കാര്യമാണ്. മാർക്കിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന കയോട്ടിക് ബോഡിയാണ്. കയോട്ടിക് ബോഡിക്ക് ഒരു വിഷയമുണ്ട്. കയോട്ടിക് ബോഡി സാധാരണഗതിയിൽ ഒരു ഉപയോഗമില്ലാത്ത ബോഡിയാണ്. കയോട്ടിക് ബോഡി ഒരു സംഭവമായി മാറുന്നത് ആ ബോഡിയുള്ള ആള് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ്. ഒരു മാർഷൽ ആർട്ടിസ്റ്റായി കയോട്ടിക് ബോഡിക്കാരൻ മാറാൻ ശ്രമിക്കുന്ന ആ നിമിഷം മുതൽ ആ ബോഡി ശരിക്കും അവിശ്വസനീയമാംവിധം ശക്തമായ ബോഡിയായി മാറും. മാർക്കിന്റെ അമ്മ ഒരിക്കൽ പോലും മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ ശ്രമിക്കാത്തത് കൊണ്ട് അവരുടെ ബോഡിയിൽ മാർക്കിന്റെ ബോഡി പോലുള്ള ശക്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ആ മെങ്ങിന്റെയും കൂട്ടരുടെയും പരീക്ഷണങ്ങൾ മുഴുവൻ ആ ബോഡിയിൽ പരാജയപ്പെട്ടത്. ലേഡി ബുദ്ധ എന്ന മാർക്കിന്റെ അമ്മ മാർഷൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിലും മാർക്ക് ഫെല്ലർ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ മാർക്കിനെ ഉപയോഗപ്പെടുത്താൻ അവർ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് മാർക്കിനെ അവിടെ എത്തിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. കമാൻഡർ ലാരി ഹോംസ് ആ സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്കിനും ഏകദേശം അത് മനസ്സിലാവുന്നുണ്ട്. കയോട്ടിക് ബോഡിയിൽ എന്ത് പരീക്ഷണമാണ് അവർ നടത്താൻ ശ്രമിച്ചത്, അതാണ് മാർക്കിനോട് മനസ്സിലാവാത്തത്. അത് മനസ്സിലാവണമെങ്കിൽ മെങ്ങിനെയോ അല്ലെങ്കിൽ ആ ബോസ് എന്ന് വിളിക്കപ്പെട്ട ആളെയോ കിട്ടണം. അവരെ എങ്ങനെയെങ്കിലും താൻ കണ്ടുപിടിക്കാമെന്ന് മാർക്കിന് വാക്ക് കൊടുത്ത ലാരി ഹോംസ് അതിനുശേഷം മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. കമാൻഡർ, ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? മാർക്ക്, ഞാൻ വാർത്തകൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അറിയിപ്പ് കണ്ടായിരുന്നു. അറിയിപ്പു? അതെ മാർക്ക്, മാർഷൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ്. കുറെ ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചുവെന്നും ആ പരീക്ഷണം വിജയിച്ചതിന്റെ ഫലമായി അവരൊരു മരുന്ന് ഉണ്ടാക്കിയെന്നുമാണ് ആ വാർത്തയിൽ അവർ പറയുന്നത്. ആ മരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വോളണ്ടിയേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്. വോളണ്ടിയർ ആകേണ്ടത് മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. നല്ല ശക്തിയുള്ള ബോഡിയുള്ള ആളുകളാണ് വോളണ്ടിയർ ആകേണ്ടത്. ചെല്ലുന്ന ആളുകൾ ശരിക്കും ഒരു സന്നദ്ധ മനോഭാവമുള്ള ആളുകളാകണം. അങ്ങനെയാണ് ആ വാർത്തയെ പറയുന്നത്. കമാൻഡർ ലാരി ഹോംസ് പറയുന്ന കാര്യങ്ങൾ മാർക്ക് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാണ് അങ്ങ് പറയുന്നത്? മാർക്ക്, ഞാനൊരു 18 അംഗ ടീമിനെ മിലിറ്ററിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് അവർക്കൊപ്പം ആ സയന്റിസ്റ്റുകളുള്ള ദ്വീപ് വരെ ഒന്ന് പോകണം. കമാൻഡർ ഹോംസ്, അങ്ങ് എന്നെ ഒരു ഗിനിപ്പിഗ് ആക്കാൻ നോക്കുകയാണോ? ഒരു പരീക്ഷണ വസ്തു ആക്കാനാണോ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല. പക്ഷേ നിനക്ക് സമ്മതമാണെങ്കിൽ നീ ആ മരുന്ന് ഉപയോഗിച്ച് നോക്കുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മാർക്കിനോട് ലാരി ഹോംസ് കാര്യങ്ങളൊക്കെ വിശദമാക്കിയതും മാർക്ക് സമ്മതിച്ചു. മാർക്കും സെലക്ട് ചെയ്യപ്പെട്ട ആ 18 ആളുകളും ലാരി ഹോംസ് അറേഞ്ച് ചെയ്ത വിമാനത്തിൽ പൈറോയിൽ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തിന് സമീപത്തുള്ള എയർപോർട്ടിലേക്ക് തിരിച്ചു. ആ എയർപോർട്ടിൽ നിന്ന് പിന്നീട് അവരുടെ യാത്ര നടക്കുന്നത് കപ്പൽ വഴിയാണ്. അതിനുവേണ്ടിയും ഉള്ള സംവിധാനങ്ങൾ ലാരി ഹോംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങിയ മാർക്കും ആ 18 അംഗ ടീമും പോർട്ടിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ക്രൂസ് ഷിപ്പിൽ അവരെ കാത്തു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറും ടീമും ആ ക്രൂസ് ഷിപ്പിലേക്ക് കയറി. ക്രൂസ് ഷിപ്പിലേക്ക് കയറിയ മാർക്കിനെ ആ 18 അംഗ ടീം വളഞ്ഞു എന്ന് പറയാം. അവർ 18 പേരും മാർക്കിന്റെ ആരാധകരാണ്. മാർക്ക് അവർക്ക് ആവശ്യമുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാർക്കിന്റെ മുറിയിലേക്ക് മടങ്ങി. ഏകദേശം 4 ദിവസം എടുക്കും മാർക്ക് കയറിയ ആ ക്രൂസ് ഷിപ്പ് അവർ ഉദ്ദേശിക്കുന്ന ദ്വീപിലെത്താൻ. അത്രയും സമയം കൾട്ടിവേഷൻ ഉപയോഗിക്കാനാണ് മാർക്കിന്റെ തീരുമാനം. മാർക്ക് 9 ട്രാൻസ്ഫോർമേഷൻ പില്ല് കഴിച്ചതിന് ശേഷം ആ ട്രാൻസ്ഫോർമേഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5ാമത്തെ ലെവലിന്റെ പകുതി വരെ എത്തിയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് മാർക്ക് കടന്നു. മാർക്ക് ധ്യാനത്തിലിരുന്ന് 9 ട്രാൻസ്ഫോർമേഷൻ പില്ലിന്റെ ആക്ടിവിറ്റീസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ കപ്പലിലെ മാർക്കിന്റെ സുഹൃത്തുക്കൾ അമ്പരപ്പോടെയാണ് ആ കാഴ്ച കാണുന്നത്. മാർക്കിന്റെ ബോഡി പൊട്ടിപ്പൊളിയുന്നു, പിന്നെയും യോജിക്കുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതും അതേസമയം അതിശയിപ്പിക്കുന്നതുമായ ആ കാഴ്ച ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ കൂടിയായ പട്ടാളക്കാർക്ക് വല്ലാത്തൊരു അതിശയമാണ് ഉണ്ടാക്കിയത്.
അവരങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കേ ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും കൂട്ടരുമുള്ള ആ കപ്പൽ ആ സയന്റിസ്റ്റുകളുള്ള ദ്വീപിലേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയന്റിസ്റ്റുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ആ ചെറുപ്പക്കാരൻ തന്റെ മുന്നിൽ കണ്ട സയന്റിസ്റ്റോട് ചോദിച്ചു, നിങ്ങൾ എന്തോ മരുന്നുണ്ടാക്കിയെന്നും ആ മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ ആള് വേണമെന്നും പറഞ്ഞിരുന്നല്ലോ. അതെ അതെ, നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന ആളാണോ? അതെ, വരൂ വരൂ നമുക്കൊന്ന് നോക്കാം. എന്ത് നോക്കാന്ന്? അല്ല, നിങ്ങൾ ഈ ടെസ്റ്റിന് അനുയോജ്യനാണോ എന്ന് നോക്കട്ടെ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങളുടെ ബോഡി ഞങ്ങളുടെ മരുന്ന് താങ്ങുമെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ ബോട്ടിലിന്റെ ഒരു തുള്ളി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയാൽ ആ നിമിഷം ചിലപ്പോ നിങ്ങൾ വടിയാകും. അതുകൊണ്ട് സുഹൃത്തെ, ആദ്യം ഒരു ടെസ്റ്റ് നടത്തും, അതിനുശേഷമേ നമുക്ക് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ കൈ ഒന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ആ ഡോക്ടർ എന്നിട്ട് പറന്ന് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വന്നു. ശരിക്കും അയാള് ആ ഡോക്ടർ ഇങ്ങനെ വലിച്ചെടുക്കായിരുന്നു പറയാം. ചെറുപ്പക്കാരന്റെ കൈക്കുള്ളിൽ ആ ഡോക്ടറുടെ കഴുത്ത് ഏതാണ്ട് ഒതുങ്ങിയതുപോലെ നിന്നതും ഡോക്ടർ വിറച്ചുടങ്ങി. ആ കഴുത്തൊന്ന് അമർത്തി പിടിച്ച ചെറുപ്പക്കാരൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത മരുന്ന് എന്റെ ശരീരത്തിൽ കുത്തിവെക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. മറുപടി പെട്ടെന്ന് തന്നെ ആ ഡോക്ടറുടെ വായിന്ന് വരികയാണ്. ആ ചെറുപ്പക്കാരൻ ആ ഡോക്ടറെ വിട്ടതും ആ ഡോക്ടർ അയാളെ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് ഇവിടുത്തെ ഈ സയന്റിസ്റ്റുകളുടെ തലവൻ. എന്നെ എല്ലാവരും വിളിക്കുക ഡോക്ടർ ചിക്കൻ എന്നാണ്. ഡോക്ടർ ചിക്കനോ? ഇവര് കളിയാക്കി വിളിക്കുന്നതാണ്. എന്റെ യഥാർത്ഥ പേര് റോബിൻ ക്രൂസ് എന്നാണ്. ഡോക്ടർ റോബിൻ ക്രൂസ് അഥവാ ഡോക്ടർ ചിക്കൻ രസമുള്ള ഒരു കഥാപാത്രമാണെന്ന് അയാളുടെ സംഭാഷണം കേൾക്കുന്ന മറ്റുള്ളവർക്ക് തോന്നും. അയാൾ അങ്ങനെ പറഞ്ഞിട്ടും ഒരു പുഞ്ചിരി പോലും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വന്നതുമില്ല. ചെറുപ്പക്കാരൻ ഡോക്ടർ റോബിൻ ക്രൂസിനോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ചിക്കൻ, നിങ്ങൾ അതിവേഗം ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ നോക്ക്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ ഡോക്ടർ ചിക്കനും ബാക്കിയുള്ള ആളുകളും ചേർന്ന് അതിവേഗം ആ ഇഞ്ചക്ഷൻ നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങി. ഒരു ബെഡ് ഒരുക്കി ബെഡിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്ന് കിടന്നു. ചെറുപ്പക്കാരൻ ആ ബെഡിലേക്ക് കിടക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഡോക്ടർ ചെറുപ്പക്കാരോട് ചോദിച്ചു, അല്ല, ഞങ്ങള് ഈ മരുന്ന് കൊടുക്കുന്ന ആളുകളുടെ പേര് എഴുതുന്ന സ്വഭാവം ഉണ്ടേ, നിങ്ങളുടെ പേരൊന്ന് പറയാവോ? എന്റെ പേര് ജിയാങ് ഇ. ജിയാങ് ഇയോ? അതെ, ജിയാങ് ഇ. അഡ്രസ് ഒന്നും എഴുതണ്ട, ജിയാങ് ഇ പൈറോ. നിങ്ങൾ പൈറോ എന്നാണ് വരുന്നത്? അതെ, ജിയാങ് ഇ എന്നും പൈറോ എന്നുമുള്ള രണ്ട് വാക്കുകൾ മാത്രമാണ് ആ ചെറുപ്പക്കാരന് വേണ്ടി രേഖപ്പെടുത്താൻ ആ ഡോക്ടേഴ്സിന് ആകെ പറ്റിയത്. ആ ചെറുപ്പക്കാരൻ വയലന്റ് ആകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ആ പേരുകൾ എഴുതുന്ന ആള് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാനും ശ്രമിച്ചില്ല. ഡോക്ടേഴ്സ് ആണ്, അവർ നടത്തുന്നത് എക്സ്പെരിമെന്റ്സ് ആണ്. ആ എക്സ്പെരിമെന്റ് നടത്തുന്നത് ആരെ വെച്ചിട്ടാണെന്നുള്ള കാര്യം അവർക്ക് അറിയണം. എങ്കിലേ അവർക്ക് കൂടുതൽ ഡെവലപ്മെന്റ്സ് ഭാവിയിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് വിവരം ശേഖരിക്കുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരന്റെ മൂഡിൽ ആ ചോദ്യങ്ങളൊന്നും ശരിയാകില്ല എന്നുള്ളതുകൊണ്ട് അവരങ്ങ് വിട്ടു. ഈ സമയത്ത് ഡോക്ടർ ചിക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ റോബിൻസൺ ക്രൂസോ ഒരു ബോട്ടിൽ മരുന്ന് അവിടെ മേശപ്പുറത്തെടുത്ത് വെച്ചു. അയാൾ അതിന്ന് സിറിഞ്ചിലേക്ക് കുറച്ച് മരുന്നെടുക്കുന്നുണ്ടതും ജിയാങ് ഇ ആ ഡോക്ടറോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, നിങ്ങൾ കുറച്ചുകൂടി വലിയ സിറിഞ്ച് എടുത്തിട്ട് ആ ബോട്ടിലെ മുഴുവൻ മരുന്നും എന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഏയ് സുഹൃത്തെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതിന്ന് ഒരു തുള്ളി കയറിയാൽ തന്നെ ആ ആള് ശരിക്കും ശക്തനാകും. അപ്പോഴാണ് ഒരു ബോട്ടിൽ കുത്തിവെക്കാൻ പറയുന്നത്. അത് താങ്ങാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. ഏയ് ഡോക്ടർ ചിക്കൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുമെന്ന് തീരുമാനിച്ചുറച്ചിരിക്കുകയാണോ? ജിയാങ് ഇ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ചിക്കനും മറ്റ് ഡോക്ടേഴ്സും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അതിനുശേഷം ഒന്നും മിണ്ടാതെ ആ ബോട്ടിലെ മുഴുവൻ മരുന്നും ഡോക്ടർ ചിക്കൻ ഒരു നീളമുള്ള സിറിഞ്ചിലേക്ക് മാറ്റി. ആ സിറിഞ്ച് നിറഞ്ഞതും ഡോക്ടർ ആ മരുന്ന് ജിയാങ്ങിയുടെ പുറത്തേക്ക് പതുക്കെ ഇഞ്ചെക്ട് തുടങ്ങി. ഇഞ്ചെക്ട് ചെയ്യുമ്പോഴും ജിയാങ്ങിയോട് ഡോക്ടർ ചിക്കൻ പറയുന്നുണ്ട്, ഏയ് എന്തെങ്കിലും അസ്വസ്ഥ തോന്നുകയാണെങ്കിൽ പറയണേ. അതിന് മറുപടിയായി ജിയാങ്ങി പറഞ്ഞു, നിങ്ങൾ അടുത്ത ബോട്ടിൽ റെഡിയാക്ക്, ഞാൻ പറഞ്ഞിട്ടേ ഈ ഇഞ്ചക്ഷൻ അവസാനിപ്പിക്കാവൂ. ഡോക്ടർ ചിക്കന്റെ ചോദ്യത്തിലുള്ള മറുപടിയല്ല ജിയാങ്ങി പറഞ്ഞത്. ജിയാങ്ങിയുടെ ബോഡിയിലേക്ക് ആ ബോട്ടിലെ മരുന്ന് മുഴുവൻ കയറുന്ന കണ്ടപ്പോൾ ഡോക്ടർ ചിക്കനും കൂടുതലുള്ള ആളുകൾക്കും വല്ലാത്തൊരു സന്തോഷം. ശരിക്കും അവർ ത്രില്ലടിക്കുകയാണ്. ഒരു ബോട്ടിൽ മരുന്നാണ് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ബോട്ടിലെ മരുന്ന് 100ഓളം മാർഷൽ ആർട്ടിസ്റ്റുകളുടെ പുറത്തേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുക. ഒരു ബോട്ടിലെ മരുന്നിനെ 100 ചെറു ബോട്ടിലുകളായിട്ട് മാറ്റി ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുക. ഇവിടെ ആ കോൺസെൻട്രേറ്റഡ് സാധനമാണ് ജിയാങ്ങിയുടെ ബോഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത്. എന്നിട്ടും അയാൾക്കൊരു കുലുക്കവുമില്ല. ഒരു ബോട്ടിൽ കഴിഞ്ഞതും ജിയാങ്ങി ഡോക്ടർ ചിക്കനോട് പറഞ്ഞു, അടുത്തെടുക്ക. ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും പിന്നീട് പ്രസക്തമല്ല. ഡോക്ടർ ചിക്കൻ രണ്ടാമത്തെ ബോട്ടിൽ ഇഞ്ചെക്ട് ചെയ്തു. അത് കഴിഞ്ഞ് 3, 4, 5, 6, 7, 8
8 ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തതും ജിയാങ്കി ഡോക്ടർ സിക്കനോട് പറഞ്ഞു മതി. 8 ബോട്ടിൽ മരുന്നാണ് ജിയാങ് ഇ എന്ന ആ ചെറുപ്പക്കാരന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ 8 ബോട്ടിലെ മരുന്ന് അയാളുടെ ശരീരത്തിനകത്ത് കയറിയതും ജിയാങ് ആ കിടക്കുന്ന എണീറ്റു. അയാളുടെ കിടക്കുന്ന എണീറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് തന്നെ ശരിക്കും ശക്തി തോന്നുകയാണ്. അയാള് ഡോക്ടറെയും കൂട്ടരും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കുകയാണ്. ആ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സാക്ഷാൽ ജിയാങ് ഹിക്കൊപ്പം പ്രാക്ടീസ് ചേരുന്ന ജിയാങ് ഹിയുടെ ശിഷ്യനാണ് ഈ ജിയാങ് ഇ എന്ന് പറയുന്നത്. ജിയാങ്ങിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണ് ഇ എന്നുള്ള ആ ചെറുപ്പക്കാരൻ. ജിയാങ് ഇവാൻസ് എന്നാണ് അയാളുടെ പൂർണ്ണ പേര്. പക്ഷെ അയാള് ചുരുക്കി ഇ എന്നാണ് അറിയപ്പെടുക. ജിയാങ് ഇ പുറത്തേക്ക് നടക്കുമ്പോൾ ജിയാങ്ങിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വരികയാണ്. അവനിപ്പോൾ ഒറ്റ സ്വപ്നമേ ഉള്ളൂ. ആ സ്വപ്നം മാർക്ക് ഫെല്ലറെ പരസ്യമായി പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അവന്റെ ഗുരു കൂടിയായ, അവന്റെ ബന്ധു കൂടിയായ ജിയാങ് ഹി അവനേക്കാൾ ശക്തൻ മാർക്ക് ഫെല്ലർ ആണെന്ന് പറഞ്ഞ നിമിഷം മുതൽ മാർക്ക് ഫെല്ലറോടുള്ള എതിർപ്പ് അവന്റെ മനസ്സിൽ പതിഞ്ഞതാണ്. അതുകൊണ്ടാണ് പൗരൻ മാസ്റ്ററും ജിയാങ് ഹിയും നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലറോട് അവൻ ഒരു തവണ ഏറ്റുമുട്ടിയത്. അന്ന് ജിയാങ് ഹിയും പൗരൻ മാസ്റ്ററും ആ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ഈ ജിയാങ് ഇവാൻസിന് മാർക്കിനോട് ഏറ്റുമുട്ടിയേ പറ്റൂന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഏറ്റുമുട്ടിയത്. അന്ന് പക്ഷേ ജിയാങ് ഹിയുടെ ശിഷ്യനായതുകൊണ്ട് മാത്രമാണ് മാർക്ക് ഫെല്ലർ ആ ജിയാങ് ഇവാൻസ് എന്ന് ജിയാങ് ഇയെ കൊല്ലാതെ വിട്ടത്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ജിയാങ് ഇയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അയാള് വന്ന ബോട്ട് അവിടെ സമീപത്ത് കിടപ്പുണ്ട്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും ആ ബോട്ട് കടലിലൂടെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ജിയാങ് ഇ അവിടെ നിന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാർക്ക് ഫെല്ലറും സുഹൃത്തുക്കളും ആ ദ്വീപിലെത്തുന്നത്. ആ 19 അംഗ സംഘം അവിടേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ചിക്കനും കൂട്ടർക്ക് സന്തോഷമായി. അവർ വൻകരകളിലെ എല്ലാ പത്രങ്ങളിലും വലിയൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ആളുകളൊക്കെ വരുന്നത്. ആ 19 പേരും അവിടെ എത്തിയതും അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്ക് ഫെല്ലർ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അത് മനസ്സിലായി, നിങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വന്നാണല്ലേ? അതെ, ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, അത് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ആ പുതിയ മരുന്ന് ആദ്യം എൻ്റെ ബോഡിയിൽ ഒന്ന് ഇഞ്ചെക്ട് ചെയ്യാം. മാർക്ക് അത് പറഞ്ഞതും ആ 18 പേരും മുന്നോട്ട് വന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് വേണ്ട, അത് പറ്റത്തില്ല. അതെന്താ? കമാൻഡർ ലാരി ഹോംസ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ മാർക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കേട്ടതും മാർക്കിന്, കമാൻഡർ ലാരി ഹോംസിന് മാർക്കിനോടുള്ള ആ ഒരു കരുതൽ മനസ്സിലായി. ഒരു പുതിയ മരുന്നാ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ആ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം ആ 18 പേരിൽ ആരുടെയെങ്കിലും പുറത്ത് അറിയുന്നതാണ് നല്ലത്. മാർക്കിന് ഒന്നും സംഭവിക്കുന്നത് കാണാൻ ലാരി ഹോംസിന് താല്പര്യമില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കിക്കൊണ്ട് മാർക്ക് ആ 18 പേരോടായി പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തിൽ ടെൻഷൻ ആവണ്ട, തൽക്കാലം ഞാൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മാർക്ക് അതിനുശേഷം ആ ഡോക്ടേഴ്സിനെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ആരാ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഉടൻ തന്നെ ഡോക്ടർ ചിക്കൻ മുന്നോട്ട് വന്നു. ഞാൻ ഡോക്ടർ ചിക്കൻ, യഥാർത്ഥ പേര് റോബിൻ ക്രൂസ് എന്നാണ്, പക്ഷെ നിങ്ങൾ എന്നെ ഡോക്ടർ ചിക്കൻ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ മിസ്റ്റർ ചിക്കൻ, നമുക്ക് ആരംഭിച്ചാലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ടെസ്റ്റ് നടത്തിയിട്ട്. ഡോക്ടർ ചിക്കൻ, അതിനൊന്നുള്ള സമയം ഞങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് നോക്ക്. അങ്ങനെ മാർക്ക് തീർത്ത് പറഞ്ഞതും ചിക്കൻ പതുക്കെ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ചിക്കൻ പറയുകയാണ്, ആ മറ്റേ വട്ടിന് പറ്റിയ കൂട്ട്. ഡോക്ടർ ചിക്കൻ പറയുന്ന വാചകം മാർക്ക് ഫെല്ലർ കേട്ടില്ല. മാർക്ക് ഡോക്ടർ ചിക്കന് പുറകെ നടക്കുമ്പോൾ ആ 18 പേരും മാർക്കിനൊപ്പമുണ്ട്. അവിടെ നേരത്തെ ജിയാങ് ഇ കിടന്ന കിടക്കയിലേക്ക് തന്നെയാണ് മാർക്കും വന്ന് കിടന്നത്. മാർക്ക് ഡോക്ടർ ചിക്കനോട് പറഞ്ഞു, ഡോക്ടർ ചിക്കൻ, നിങ്ങളുടെ കയ്യിലുള്ള ആ ബോട്ടിലെ മരുന്ന് എൻ്റെ ശരീരത്തിൽ പൂർണ്ണമായി ഇഞ്ചെക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടേ നിർത്താവൂ. അല്ല സുഹൃത്തെ, അങ്ങനെ അത്രയും ഇഞ്ചെക്ട് ചെയ്താൽ ചിലപ്പോൾ ആള് തട്ടിപ്പോണെങ്കിലോ? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ മരുന്നിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് എന്നെ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ മാർക്ക് തീർത്ത് പറഞ്ഞതും പേരെഴുതിയെടുക്കുന്ന ആള് മാർക്കിന്റെ പേര് ചോദിച്ചു. മാർക്ക് ഫെല്ലർ പൈറോ. മാർക്ക് ഫെല്ലർ പൈറോ എന്ന അഡ്രസ്സ് കിട്ടിയതും ആ ഡോക്ടേഴ്സ് മുഖാമുഖം നോക്കിയാണ്. നേരത്തെ 2 ദിവസം മുമ്പ് പൈറോന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പേരെഴുതി ടെസ്റ്റ് നടത്തിയിട്ട് പോയതാണ്. അവന് ഒരു പാതി വട്ടാണ്.
ഈ കക്ഷിക്ക് ഇനി എത്രത്തോളം വട്ടമുണ്ടെന്നാണ് അവർക്ക് അറിയേണ്ടത്. ഡോക്ടേഴ്സ് മുഖത്തോട് നോക്കുന്നുണ്ടതും മാർക്ക് അവരോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കേൾക്കേണ്ട താമസം അവർ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബോട്ടിൽ കഴിഞ്ഞു, 2ആയി, 3ആയി, 4ആയി. ബോട്ടിലുകൾ ഒന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. 8 ബോട്ടിൽ കംപ്ലീറ്റ് ആയി. ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ ചിക്കന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. രണ്ടാമതൊരാൾ കൂടി 8 ബോട്ടിൽ മരുന്ന് ഇതാ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ നിർത്താൻ പറയുന്നതേയില്ല. 9ാമത്തെ ബോട്ടിലും കയറ്റി. 9ആയി, 10ആയി, 12ആയി, അവസാനം 15 ബോട്ടിലായി. 15 ബോട്ടിലായപ്പോൾ ഡോക്ടർ ചിക്കൻ ആ ഇഞ്ചക്ഷൻ നിർത്തിവെച്ചു. എന്താ നിങ്ങൾ നിർത്തിയത്? മാർക്ക്, സോറി, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മരുന്നൊക്കെ തീർന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ആളുകളെ വിളിച്ച് കളിയാക്കുന്നു. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, അങ്ങനെ പറയരുത്. സാധാരണഗതിയിൽ ഒരു ബോട്ടിൽ ഞങ്ങൾ 100 പേർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 15 ബോട്ടിൽ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ 1500 ആളുകളുടെ മരുന്നാണ് നിങ്ങളുടെ ബോഡി കയറിയിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഡോക്ടർ ചിക്കൻ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ എന്താ പരിപാടി? മാർക്ക്, അതിന് പരിപാടിയുണ്ട്, ഞങ്ങൾ വീണ്ടും മരുന്നുണ്ടാക്കും. അങ്ങനെ ഡോക്ടർ ചിക്കൻ പറഞ്ഞതും മാർക്കിന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഓക്കെ, നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. എൻ്റെ ബോഡിയിൽ ആവശ്യത്തിന് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോഡിക്കുള്ള മരുന്നാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകും. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും മാർക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. മാർക്ക് ഫോണുമായി മാറുന്ന സംസാരിക്കുകയാണ്. ഹലോ, മിസ്റ്റർ മാർക്ക് ഫെല്ലർ അല്ലേ? അതെ മാർക്ക് ഫെല്ലർ, അങ്ങേക്ക് ആവശ്യമുള്ള ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആവശ്യമുള്ള എന്ത് കാര്യമാണ് നിന്റെ ഉള്ളത്? എൻ്റെ കയ്യിലുള്ളത് ഒരു ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗാണ്. ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗ് എന്ന് വന്നതും അതുവരെ അലസമായി സംസാരിച്ചെന്ന മാർക്കിന്റെ ആ മുഖഭാവം ഒന്ന് മാറി. നീ പറയുന്നത് സത്യമാണോ? മാർക്ക്, ഞാൻ പറയുന്നത് സത്യമാണ്. ആ ഫ്ലാഗ് ഞാൻ അങ്ങേക്ക് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ആ ഫ്ലാഗ് ഞാൻ അങ്ങേക്ക് നൽകിയാൽ അങ്ങ് എന്നെ ശിഷ്യനാക്കണം. ശിഷ്യനാക്കാനോ? അതെ, അങ്ങയുടെ ശിഷ്യനായി അങ്ങനെ പരിഗണിക്കണം. മാർക്കിന് ആ ആവശ്യം തികച്ചും അത്ഭുതകരമായ ഒരു ആവശ്യമായി ഫീൽ ചെയ്യാണ്. മാർക്കിനെ ശിഷ്യനാക്കാൻ ആഗ്രഹിക്കുന്ന അനവധി ആളുകളെ മാർക്ക് ഇതിനിടയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായി ഒരാൾ മാർക്കിന്റെ ശിഷ്യനാകാൻ താല്പര്യം കാണിക്കുകയാണ്. നേരത്തെ ഷിയ ഊനെയും നീൽ ഫ്ലെമിങ്ങിനെയൊക്കെ മാർക്കാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചത്. അതുപോലെ ഒരു കക്ഷിയായിരിക്കും ഈ കഥാപാത്രം. അങ്ങനെ ഒരു ചിന്തയാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. പെട്ടെന്ന് മാർക്ക് അയാളോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? പക്ഷെ മാർക്ക്, എന്റെ പേര് ഡീസൺ എന്നാണ്. ഡീസനോ? അതെ, ഡീസൺ. ഓക്കെ ഡീസൺ, ഈ ഫ്ലാഗ് ഇപ്പൊ കയ്യിലുണ്ടോ? മാർക്ക്, ഈ ഫ്ലാഗ് ഇപ്പൊ എന്റെ കയ്യിലില്ല, അത് വേറെ സ്ഥലത്താണ് ഉള്ളത്. അവിടേക്ക് പോകാൻ മാർക്കിനെ വിളിക്കാനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഫോൺ വിളിച്ചത്. അതെന്താ എന്നെ വിളിക്കുന്നത്? മാർക്ക്, ആ ഫ്ലാഗ് അങ്ങനെ എളുപ്പം നമുക്ക് കിട്ടത്തില്ല. ഒത്തിരി പാടാണ് ആ ഫ്ലാഗ് കിട്ടാൻ. എവിടെയാ ഫ്ലാഗ് ഉള്ളത്? മാർക്ക്, അത് ഡ്രീം ഐലൻഡിലാണ് ഉള്ളത്. ഡ്രീം ഐലൻഡ് അതെവിടെയാ? മാർക്ക്, അഡ്രസ് ഞാൻ അയച്ചു തരാം. മാർക്ക്, ഇപ്പോൾ അങ്ങോട്ട് വരികയാണെങ്കിൽ നന്നായിരുന്നു. ഡീസൺ, ഇപ്പൊ ഞാൻ വേറൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണ്. ഈ ആക്ടിവിറ്റി കഴിയുമ്പോൾ നീ പറയുന്ന ഡ്രീം ഐലൻഡിലേക്ക് ഞാനും വരാം. അതുവരെ എനിക്ക് വരാൻ പറ്റില്ല. മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് ചെല്ലാം. ഞാൻ ആ ഫ്ലാഗ് മറ്റാരും കൊണ്ടുപോകാതെ നോക്കാം. ആ ഫ്ലാഗിന് ഒരുപാട് ആവശ്യക്കാരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡീസൺ അങ്ങനെ പറഞ്ഞതും മാർക്ക് അത് സമ്മതിച്ചു. മാർക്കിന് 8 ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗുകൾ വേണം. ആ ഫ്ലാഗുകൾ ഉണ്ടെങ്കിൽ ഈ ഹോളി റീജിയനിൽ നിന്നുള്ള ആളുകളുടെ സഹായം ഇല്ലാതെ തന്നെ മാർക്കിന് ഭൂമിയും ഹോളി റീജിയനും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. മാർക്കിന്റെ കൈവശമുള്ള ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്ത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ആ 8 ഫ്ലാഗുകളും ഉറപ്പിച്ച് ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാർക്കിന് ഈസി ആയിട്ട് ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ഹോളി റീജിയനിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയാണ് ഹോളി റീജിയനിലേക്ക് പോകാനുള്ള ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും മാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഉത്തരം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കൈവശമുള്ള ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് ആ കൊടികളാണ്. മാർക്കിന്റെ കയ്യിൽ ഇപ്പൊ 3 കൊടിയുണ്ട്. ബാക്കിയുള്ള 5 കൊടികളാണ് മാർക്കിനെ കണ്ടുപിടിക്കേണ്ടത്. ഡീസൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു കൊടി ആ ഡ്രീം ഐലൻഡിൽ നിന്ന് കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ വേറെ കൊടികളും ചിലപ്പോൾ കിട്ടിയേക്കും. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് ആ ലാബിലേക്ക് തിരികെ നടക്കുന്നത്. മാർക്ക് നടന്നു ചെന്നത് ഡോക്ടർ ചിക്കൻ്റെ അടുത്തേക്കാണ്. ചിക്കൻ്റെ അടുത്തെത്തിയ മാർക്ക് ചിക്കനോട് ചോദിച്ചു, അല്ല ഈ മരുന്നിനുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മാർക്ക്, ഇവിടെ ഈ കടലിൽ ഒരുപാട് ഡീമൺ ബീസ്റ്റുകളുണ്ട്. ആ ബീസ്റ്റുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിക്കുന്ന രക്തം പ്രോസസ് ചെയ്താണ്
ഞങ്ങൾ ഈ മരുന്നുണ്ടാക്കുന്നത്. ഡോക്ടർ ചിക്കൻ പറഞ്ഞ ആ വാചകം മാർക്കിന് ശരിക്കും ഒരു പുതിയ അറിവായി മാറുകയാണ്. മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിന്റെ രക്തം മാർക്കിന്റെ പോസിലൂടെ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ രക്തവും മാർക്കിന്റെ രക്തവും തമ്മിൽ കലർന്ന കാര്യം മാർക്കിന് അറിയാം. രക്തം ബോഡിക്കുള്ളിലേക്ക് അങ്ങനെ കലർത്താൻ കഴിയുമെങ്കിൽ രക്തം പ്രോസസ് ചെയ്തെടുക്കുന്ന മരുന്നിന് ഉറപ്പായും ബോഡിയിലേക്ക് കയറാൻ പറ്റും. മാർക്ക് എമിലിയുടെ രക്തം സ്വീകരിച്ചപ്പോൾ മാർക്കിന്റെ ശക്തി വർദ്ധിച്ചിരുന്നു. എമിലിയുടെ പകുതിയുടെ രക്തം ഇപ്പോഴും മാർക്കിന്റെ കൈവശമുണ്ട്. അനുയോജ്യമായ സമയത്ത് ആ രക്തം വീണ്ടും ഉപയോഗിക്കണം. അത് മാർക്ക് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. മാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പലിനകത്ത് വെച്ച് 6th ട്രാൻസ്ഫോർമേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9 ട്രാൻസ്ഫോർമേഷനാണ് ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത്. 6th ട്രാൻസ്ഫോർമേഷൻ മാർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 200-ലധികം പ്രാവശ്യമാണ് മാർക്കിന്റെ ബോഡി ശരിക്കും പൊട്ടിപ്പൊളിയുകയും വീണ്ടും ജനറേറ്റ് ചെയ്യുകയും ചെയ്തത്. ആ 6th ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മാർക്കിന് ശരിക്കും ബലം തോന്നിയിരുന്നു. ഇപ്പോൾ ഈ 15 ബോട്ടിൽ മരുന്ന് കൂടി ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു പവർ ഫീൽ ചെയ്യാണ്. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമേ ഇല്ല. പക്ഷേ കൈക്കും കാലിനും ബോഡിക്കൊക്കെ വല്ലാത്തൊരു പവർ. മാർക്കിന്റെ ബോഡി ഏത് ഉരുക്കിനെയും തോൽപ്പിക്കുന്ന ശൈലിയിൽ ശക്തമായെന്നൊരു തോന്നൽ മാർക്കിനുമുണ്ട്. മാർക്കിന് അത്രയും ശക്തി നേടിക്കൊടുത്തത് ആ ഡീമനുകളുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കപ്പെട്ട മരുന്നാണെന്ന് കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. മാർക്ക് ഡോക്ടർ ചിക്കനോട് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനെയാ ഈ ഡീമനുകളെ ഇവിടെ വരുത്തുക? അങ്ങനെ മാർക്ക് ചോദിച്ചതും ഡോക്ടർ ചിക്കൻ മാർക്കിനെയും കൊണ്ട് അവരുടെ വെയർ ഹൗസിലേക്ക് നീങ്ങി. അവിടെ എത്തിയ മാർക്ക് ശരിക്കും കരഞ്ഞുപോയെന്ന് പറയാം. കുഞ്ഞ് ഡീമനുകളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ട്. എല്ലാത്തിനെയും കൊന്നു തള്ളിയിരിക്കുകയാണ്. ഡീമനുകൾ ശക്തരാകുന്നതിന് മുന്നേ കടലിലെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ആ ജീവികളെ എങ്ങനെയോ ഈ ഡോക്ടർ ചിക്കനും കൂട്ടരും പിടികൂടി ഇവിടെ ഈ കശാപശാലയിൽ എത്തിച്ച് കൊന്ന് അതിൻ്റെ രക്തമെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രൂരമായ ഒരു കാര്യമാണ് നടക്കുന്നത്. അത് കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെ തോന്നിയത്. മാർക്ക് ഡോക്ടർ ചിക്കനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ചിക്കൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ ക്രൂരതയല്ലേ? മാർക്ക് ഏത് പരീക്ഷണവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാണ് അവസാനം വിജയത്തിലെത്തുക. മാർക്കിന് അറിയൂ, ഞങ്ങൾ ഇവിടെ വരുന്നത് 100 ആളുകളുമായിട്ടാണ്. ഞങ്ങൾ 100 പേർക്ക് പുറമെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മെർസണറീസിന്റെ വലിയൊരു ടീമും ഉണ്ടായിരുന്നു. മാർക്ക്, ഇപ്പോൾ ഞങ്ങളുടെ 100 പേരടങ്ങിയ സംഘത്തിൽ എത്ര പേരാണ് ബാലൻസ് ഉള്ളതെന്ന് അറിയാവൂ? അങ്ങനെ പറഞ്ഞിട്ട് ചിക്കൻ കൈ ഉയർത്തി മാർക്കിനൊന്ന് കാണിച്ചു. മാർക്ക് അയാളുടെ കൈയിലേക്ക് നോക്കി. ആ കൈ ഉയർത്തി കാണിക്കുമ്പോൾ അതിന്റെ അർത്ഥം 5 എന്നാണ്. അതേ മാർക്ക്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ 5 ആളുകളെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകളെയും ഈ ഡീമനുകൾ കൊന്നു. ശരിക്കും അവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടന്നത്. ഡീമനുകളും ഈ ചിക്കന്റെ ടീമും തമ്മിലുള്ള ആ പോരാട്ടം നിരന്തരമായി നടക്കുകയാണ്. ഏകദേശം 20 കൊല്ലത്തോളമായി ചിക്കനും ടീമും അവിടെയുണ്ട്. അനവധി മരുന്നുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പല മരുന്നുകളും പല രാജ്യങ്ങൾക്കും അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മരുന്നിലേക്ക് അവരെത്തിയത്. ഡീമനുകളുടെ ശക്തി അതെന്താണെന്ന് അറിയാനാണ് ഈ കാലഘട്ടം മുഴുവൻ അവർ ഉപയോഗിച്ചത്. ഡീമനുകളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞതും ആ ശക്തി മനുഷ്യനിലേക്ക് എത്തിക്കാനുള്ള ഒരു പരീക്ഷണമാണ് അവർ നടത്തിയത്. ഇപ്പോൾ അതിലവർ വിജയിച്ചിരിക്കുകയാണ്. കഥകളൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ ചിക്കനും കൂട്ടരും അസാമാന്യമായ പ്രതിഭാശാലികളാണെന്ന് മാർക്കിന് തോന്നുകയും ചെയ്തു. മാർക്ക് ചിക്കനോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, നിങ്ങൾ എങ്ങനെയാ ഈ ഡീമനുകളെ ഈ കരയിലേക്ക് ആകർഷിക്കുക? മാർക്കിന് ഈ ഡീമൻ ബീസ്റ്റുകൾ കടലിന്റെ വളരെ ഉള്ളിലാണ് ഉള്ളതെന്ന് അറിയാം. കടലിന്റെ വളരെ ഉള്ളിൽ ഷാർക്കോ സീ ലയണോ ഒക്കെ ഉണ്ടാവും. അവ സ്പിരിച്വൽ എനർജി വൻതോതിൽ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് ജീവിക്കുന്നതിന്റെ ഫലമായിട്ട് അതിശക്തരായി മാറും. ശക്തി കൂടി വരുമ്പോൾ അവർ പതുക്കെ പതുക്കെ മറ്റ് ജീവജാലങ്ങളുടെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കും. ഭൂമിയുടെ 4/3 വെള്ളമാണ്. ആ വെള്ളം എന്ന് പറയുന്നത് കടലുമാണ്. കടല് മനുഷ്യന് എത്താൻ പറ്റാത്ത അത്രയും ആഴത്തിൽ കിടപ്പുണ്ട്. അവിടെ മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത വിധം ശക്തരായ ജീവികളുണ്ട്. ആ ജീവികളെ എങ്ങനെ ഈ കരയിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് മാർക്കിന് അറിയേണ്ടത്. നേരത്തെ മാർക്ക് ആ ഡീമനുകൾ വിളിച്ചു വരുത്തുന്ന ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിന്റെ ആ തലവൻ മാർക്കിന് വേണ്ടി ആ ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിൽ വെച്ച് ഡീമനുകളെ വിളിച്ചു വരുത്തിയിരുന്നു. അതിനു മുന്നേ മാർക്ക് ആ കാഴ്ച കണ്ടത് ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ പർപ്പിൾ ഡ്രസ്സുകാരൻ മാർക്കിനെയും കൂട്ടരെയും പരീക്ഷിക്കാൻ വേണ്ടി ആ ഡീമനുകളെ വിളിച്ചു വരുത്തിയതാണ്. ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിലേക്കുള്ള യാത്രയിൽ
മാർക്കിനെയും കൂട്ടരെയും എതിരിട്ട ആള് ഡീമനുകളെ വിളിച്ചു വരുത്തിയിരുന്നു. ശരിക്കും വന്യമായ സ്വഭാവമുള്ള ഈ കടൽ ജീവികളെ മെരുക്കിയെടുത്ത് അവയെ ഇഷ്ടാനുസരണം പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ ചില മന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. അതുപോലെ എന്തെങ്കിലും മന്ത്രം ഈ ഡോക്ടർ ചിക്കൻ ഉപയോഗിക്കുന്നു വിശ്വസിക്കാൻ മാർക്കിനൊരു മടി. അതുകൊണ്ടാണ് മാർക്ക് വീണ്ടും ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും ഡോക്ടർ ചിക്കൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനെയും കൊണ്ട് ലാബിന്റെ മുൻഭാഗത്തെത്തി. അവിടെ ആ ചുവരിൽ വളരെ രസകരമായ ഒരു കാഴ്ച മാർക്ക് കണ്ടു. വലിയ ഡ്രമ്മിന്റെ ആകൃതിയിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില സംവിധാനങ്ങളാണ് മാർക്ക് കാണുന്നത്. അത് കണ്ടതും മാർക്ക് റോബിൻസണോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, ഈ ഡ്രമ്മാണോ നിങ്ങളുടെ ആയുധം? മാർക്ക്, ഞാനിത് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാർക്കിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡോക്ടർ ചിക്കൻ ആ ഡ്രമ്മിന്റെ സമീപത്തുള്ള സ്വിച്ച് ഓൺ ആക്കി. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ മാർക്കിനൊന്നും തോന്നിയില്ല. മാർക്ക് ചിക്കനോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. മാർക്ക്, അവിടെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അല്ല മിസ്റ്റർ റോബിൻസൺ, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ഒരുപാട് ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയതും ഈ ഡ്രം ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ശബ്ദം ഈ കടലിനകത്തുള്ള ഡീമനുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ശബ്ദമാണ്. ഏത് ടൈപ്പ് ഡീമനെയാണ് യഥാർത്ഥത്തിൽ ഈ ശബ്ദം ആകർഷിക്കുക? മാർക്ക്, ഇവിടെ എല്ലാവരും എന്നെ വിളിക്കുക ഡോക്ടർ ചിക്കൻ എന്നാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടപ്പോഴേ പറഞ്ഞു. എന്തുകൊണ്ടാണ് അതെന്നറിയാവോ? ആ ചോദ്യം ഡോക്ടർ ചിക്കൻ ചോദിക്കുമ്പോൾ മാർക്ക് നേരത്തെ കണ്ട ആ ഗോഡൌണിലെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. അവിടെ കണ്ട പല ജീവികൾക്കും ഏതാണ്ട് കോഴിയുടെ ഒരു ബോഡിയാണ് ഉള്ളത്. ശരിക്കും വലിപ്പമുള്ള കളർഫുള്ളായ കോഴികളെ കൊന്നിട്ടിരിക്കുകയാണെന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷേ ആ കോഴികൾക്ക് ഇല്ലാത്തതും ആ ജീവികൾക്കുള്ളതുമായ ഒരു കാര്യം മാർക്ക് കണ്ടിരുന്നു. കോഴികളുടെ പുറത്ത് നമ്മൾ കാണുക തൂവലും 4 കാലുമാണ്. ഇവിടെ മുൻകാലുകൾക്ക് പകരം 2 കൈകളാണ് കണ്ടത്. കൈകളുള്ള കോഴി. അങ്ങനെയാണ് ആ കാഴ്ചയെ മാർക്ക് വിലയിരുത്തിയിരുന്നത്. മാർക്കിന്റെ മനസ്സിലൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ റോബിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കടലിൽ നമ്മൾ ആരും കാണാത്ത ശൈലിയുള്ള ജീവികളുണ്ട്. ആക്ച്വലി സീ ലയണാണ് ഇങ്ങനെ രൂപമാറ്റം വന്നിരിക്കുന്നത്. സീ ലയൺ എന്ന് കേട്ടപ്പോൾ മാർക്കിന് പെട്ടെന്ന് അത്തരത്തിലുള്ള ജീവികൾ ഓർമ്മ വന്നു. സീ ലയനുകളെ കുറിച്ച് സ്കൂൾ ക്ലാസ്സിൽ മാർക്ക് പഠിച്ചിട്ടുമുണ്ട്. മാർക്ക് ആ പഠനത്തിൽ അധികം മുന്നോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും മാർക്കിന് അറിയില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ചിക്കന്റെ കണ്ണുകൾ കടലിലേക്ക് തന്നെയാണ്. കടലിലേക്ക് ഡോക്ടർ ചിക്കൻ നോക്കി നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ സ്പിരിച്വൽ എനർജി നഷ്ടപ്പെട്ടിട്ടും മാർക്കിന്റെ ആ ഡിവൈൻ ഐക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അത് മാർക്കിന്റെ ബോഡിയിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മാർക്കിന്റെ ആ ഡിവൈൻ ഐ മുമ്പിലുള്ള കടലിലേക്കും കടലിന്റെ അടിത്തട്ടിലേക്ക് പതുക്കെ താണു തുടങ്ങി. ഒത്തിരി താഴേക്ക് ആ ഐ താഴ്ന്നു വരുമ്പോൾ താഴെ കടലിൽ ഒരു ഇളക്കം മാർക്ക് കാണുന്നുണ്ട്. കടലിന്റെ അടിത്തട്ട് പൂർണ്ണമായും ഇളകി മറിയുകയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ ഡോക്ടർ ചിക്കനോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, ഈ ഡീമനുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാ പിടിച്ചു നിൽക്കുക? മാർക്ക് അത് ചോദിക്കുമെന്ന് അറിയാവുന്ന ഡോക്ടർ ചിക്കൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ മെർസണറീസിനെ കണ്ടില്ലേ? മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ മെർസണറീസ് നിരന്ന് നിൽക്കുന്നത് മാർക്ക് കണ്ടു. അവരൊക്കെ നിൽക്കുന്നത് പീരങ്കികളുടെ മുന്നിലാണ്. പീരങ്കികൾ മാത്രമല്ല, വൻ കപ്പാസിറ്റിയുള്ള ആർട്ടിലറി ഗണ്ണുകളും അവരുടെ കൈവശമുണ്ട്. ആ ഗണ്ണുകളും പീരങ്കികളും കണ്ട മാർക്ക് ഡോക്ടർ ചിക്കനോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, ഈ ഡീമനെയൊക്കെ തകർക്കാൻ ഈ യന്ത്രങ്ങൾക്ക് പറ്റുമോ? മാർക്ക്, അത് വെറും പീരങ്കിയും വെറും ആർട്ടിലറി ഗണ്ണൊന്നുമല്ല. അതൊക്കെ കപ്പാസിറ്റി കൂടിയ ഐറ്റംസ് ആണ്. ഏത് ശക്തമായ ഡീമൻ വന്നാലും അതിനെ നേരിടാൻ ഈ യന്ത്രങ്ങൾ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ചിക്കൻ 2 കൈയും പുറകിൽ കെട്ടി ആ സമുദ്രത്തിലേക്ക് തന്നെ അങ്ങനെ നോക്കുകയാണ്. ഡോക്ടർ ചിക്കന് ആ സമുദ്രത്തിലെ അനക്കത്തെ വളരെ നന്നായി മനസ്സിലാകും. അയാളുടെ കൈക്കുള്ളിൽ കാണുന്ന ഈ രേഖകൾ പോലെ തന്നെ അയാൾക്ക് കടല് പരിചിതമാണെന്ന് അർത്ഥം. കടലിലുണ്ടാകുന്ന ഏത് മാറ്റവും ഡോക്ടർ റോബിൻസൺ ക്രൂസോ എന്ന ആ ഡോക്ടർ ചിക്കന് പരിചയമുള്ളതാണ്. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നോക്കിക്കോ, ഇപ്പോ അവൻ വരും. അങ്ങനെ മാർക്കിനോട് ഡോക്ടർ റോബിൻസൺ പറഞ്ഞപ്പോൾ മാർക്ക് ആ ഡിവൈൻ ഐയിലൂടെ ആ കടലിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണുന്നുണ്ട്. അവിടെ ശരിക്കും തിളച്ചു മറിയുന്ന കടല് മുകളിലേക്ക് എങ്ങനെ പൊങ്ങി വരികയാണ്.
ആ കാഴ്ച കണ്ട മാർക്ക് ഡോക്ടർ ചിക്കനോട് പിന്നെയും ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, നിങ്ങളുടെ ഈ ആയുധങ്ങൾക്ക് ശരിക്കും ഈ വരുന്ന ജീവിയെ പിടിച്ചു കിട്ടാൻ പറ്റുമോ? മാർക്ക്, കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് ഞാൻ എന്തിനാ കൂടുതൽ വിശദീകരിക്കുന്നത്? കണ്ടോ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കടലിന്റെ മുകൾ ഭാഗം പതുക്കെ പതുക്കെ മാറി തുടങ്ങിയാണ്. കൂറ്റൻ തിരകൾ അങ്ങ് ദൂരെയായി നമുക്ക് കാണാം. ആകാശത്തേക്ക് ഇങ്ങനെ അടിച്ചു പൊങ്ങുന്ന തിരയ ദുരന്ന് കണ്ട മാർക്ക് ഫെല്ലർ ഡോക്ടർ ചിക്കനോട് ചോദിച്ചു, ഡോക്ടർ, ഇത് അപകടമല്ലേ? മാർക്ക്, നിനക്ക് ഭയമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അകത്തേക്ക് എനിക്ക് നിന്നോ, പേടിക്കണ്ട. ഇവിടേക്കൊന്നും ആ ഡീമൻ വരത്തില്ല. ഞങ്ങളുടെ ഈ ഗണ്ണിന്റെ പ്രഹരശേഷിക്ക് മുന്നിൽ ആ ഡീമൻ ഒന്നുമല്ല. അങ്ങനെ ഡോക്ടർ റോബിൻസൺ തീർത്ത് പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർക്ക് ഒരു വല്ലാത്ത കൗതുകം. മാർക്ക് അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ്. ഏത് ആയുധത്തെയും മാർക്ക് നിഷ്പ്രയാസം പൊളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മാർക്കിനെ അമ്പരപ്പിക്കുന്ന കപ്പാസിറ്റി ഈ ആയുധങ്ങൾക്കുണ്ടെങ്കിൽ അത് കൊള്ളാമല്ലോ. അങ്ങനെ ചിന്തയാണ് മാർക്കിന്റെ മനസ്സിൽ വരുന്നത്. മാർക്ക് കൗതുകപൂർവ്വം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കടലിന്റെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന വെള്ളത്തിന്റെ അളവ് അങ്ങനെ കൂടി വരികയാണ്. ശരിക്കും ഒരു വൻ ഫൗണ്ടൻ കടലിന്റെ മുകളിലേക്ക് വന്നതുപോലെ ഒരു കാഴ്ച പെട്ടെന്ന് കണ്ടു. കടലിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ചീറിത്തെറിക്കുകയാണ്. അങ്ങനെ ചീറിത്തെറിക്കുന്ന ആ വെള്ളം അതിവേഗം കരയിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. കരയിലേക്ക് പാഞ്ഞു വരുന്ന ആ വെള്ളത്തെ നോക്കി ഡോക്ടർ ചിക്കൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാ അവരെത്തുകയായി. ഡോക്ടർ ചിക്കൻ അത് പറയുമ്പോൾ അയാൾ ശരിക്കും ആവേശത്തിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് കൈയും പുറകിൽ കെട്ടി ഡോക്ടർ ചിക്കൻ ആ കടലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി തിര കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറുകയാണ്. അതേസമയത്ത് ആകാശത്തേക്ക് കുതിച്ചുയരുന്ന വെള്ളവും നമുക്ക് കാണാം. ഈ കാഴ്ച മാർക്കിനൊപ്പമുള്ള ആ 18 പേരും കാണുന്നുണ്ട്. അതേസമയത്ത് ആ മെർസണറീസും ഡോക്ടർ ചിക്കനൊപ്പമുള്ള ഡോക്ടേഴ്സൊക്കെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ആ കാഴ്ചയൊക്കെ കാണുന്നത്. അവരുടെ ആ ആത്മവിശ്വാസമാണ് മാർക്കിനെ വല്ലാതെ അതിശയപ്പെടുത്തിയത്. മാർക്കും കൗതുകത്തോടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കടല് ഒന്ന് കുലുങ്ങിയതുപോലെ തോന്നി. കാരണം വെള്ളം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചിതറുകയാണ്. ആ വെള്ളം കരയിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി. പെട്ടെന്നാണ് കടലിന്റെ ഉള്ളിൽ നിന്ന് ഭീമാകാരമായ ഒരു രൂപം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നത്. ശരിക്കും ഒരു കപ്പലിന്റെ അത്രയും വലുപ്പം എന്നൊക്കെ പറയും പോലെ ഒരു കൂറ്റൻ രൂപം. സീ ലയണാണോ കോഴിയാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു ജീവി. ആ ജീവിക്ക് 2 കൈയുണ്ട്. അതേസമയത്ത് അതിന്റെ പുറത്ത് ഫെദർ പോലെ എന്തോ ഉണ്ട്. കണ്ടാൽ കോഴിത്തൂവിലാണെന്നേ തോന്നും. ശൽക്കങ്ങളാണ്. ആ ശൽക്കങ്ങൾ ശരിക്കും വലുതായിരിക്കുകയാണ്. ആ ശൽക്കങ്ങൾ വലുതായപ്പോൾ തൂവൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സൂര്യപ്രകാശം അടിച്ചിട്ട് നന്നായിട്ട് അവ തിളങ്ങുന്നുണ്ട്. കളർഫുൾ ആയ ശൽക്കങ്ങളാണ്. അതേസമയത്ത് സീ ലയണിന്റെ പോലെ അതിന്റെ മുഖത്തുനിന്ന് രോമം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ആ രോമങ്ങൾക്ക് പോലും വല്ലാത്ത നീളമുണ്ട്. ഒരു സന്യാസ ശ്രേഷ്ഠൻ കടലിന് മുകളിൽ ഉദിച്ചുയർന്നതുപോലെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുകയും ചെയ്യും. ആ ഭീമാകരമായ വലിപ്പം കണ്ട ഡോക്ടർ ചിക്കന്റെ മുഖത്ത് ഒരു അമ്പരപ്പ്. അയാൾ അമ്പരപ്പോടെ അയാളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടിയല്ല, വലുതാണ്. അവര് സാധാരണ പിടികൂടാറുള്ള ചെറിയ ജീവികൾക്ക് പകരം അവയുടെ അച്ഛനോ അമ്മയോ ആണ് ഇപ്പൊ ഇതാ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഡോക്ടർ റോബിൻസൺ പറയുന്ന കേട്ടപ്പോൾ മാർക്കിന് ഏകദേശം കഥ മനസ്സിലായി. ആ നിമിഷത്തിൽ ഡോക്ടർ ചിക്കൻ അയാളുടെ മെർസണറീസിന് നിർദ്ദേശം കൊടുത്തു. ഫയർ! കേൾക്കേണ്ട താമസം ആ ഗണ്ണുകൾ ആ ജീവിക്ക് നേരെ തീ തുപ്പി തുടങ്ങി. ആ ഗണ്ണുകൾ ആ ജീവിക്ക് നേരെ തീ തുപ്പി തുടങ്ങിയതും ആ ജീവി ഒന്ന് ആകാശത്തേക്ക് പറന്നതുപോലെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഒരൊറ്റ ജമ്പ്. അത് കരയിലേക്ക് അങ്ങനെ ജമ്പ് ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. ഭീമാകാരമായ ശരീരമുള്ള ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ശൈലിയിലുള്ള ഒരു സീ ലയൺ. സീ ലയൺ ആണോ എന്ന് എടുത്തു ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും ഒക്കെ പറയേണ്ട ഒരു ശൈലിയിലുള്ള ജീവി. അതിന് പുറത്ത് ഒരുപാട് ശൽക്കങ്ങളുണ്ട്. ആ ശൽക്കങ്ങളിലേക്ക് വെടിയുണ്ടകൾ ചീറിത്തെറിക്കുമ്പോൾ ആ ശൽക്കങ്ങൾ ഉരുക്ക് പോലെയാണ് ആ വെടിയുണ്ടകളെ തടുക്കുന്നത്. വെടിയുണ്ടകൾ ചിതറിത്തെറിച്ചോടുകൂടി ഒരു ഭയം പെട്ടെന്ന് റോബിൻസനും കൂട്ടർക്കും ഉണ്ടായി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവര് മനസ്സിലാക്കി മുമ്പ് ആ ജീവി ഒന്ന് കുടഞ്ഞതും അതിൻ്റെ ശരീരത്തിൽ നിന്ന് ശൽക്കങ്ങൾ പതുക്കെ ഇളകി അതിവേഗം ആ ഗണ്ണുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് എങ്ങനെ പാഞ്ഞു. വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് അത് അറ്റാക്ക് ചെയ്യും പോലെ
വളരെ കൃത്യതയോടുകൂടി ആ ശൽക്കങ്ങൾ ആ ആയുധങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നതും അമ്പരപ്പിക്കുന്ന ആ കാര്യം സംഭവിച്ചു. ആ ഭാഗം മുഴുവൻ ഏതാണ്ട് ആ ശൽക്കങ്ങളുടെ ആക്രമണത്താൽ തകർന്ന് തരിപ്പണമായി. അവിടെ ഉണ്ടായിരുന്ന മെഴ്സണറീസ് ഒന്നും അവശേഷിക്കുന്നില്ല. ഡോക്ടർ ചിക്കനും കൂട്ടറും നിൽക്കുന്നതിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് ഈ മെഴ്സണറീസ് ടീം നിൽക്കുന്നത്. അവരാണ് ഫ്രണ്ട് എൻഡ്. അവര് അവിടെ ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ടാണ് കുറെ പുറകോട്ട് മാറി കൈകെട്ടി ഡോക്ടർ റോബിൻസൺ അങ്ങനെ ഇത്ര നേരം നിന്നത്. അയാളുടെ കൺമുന്നിൽ വെച്ച് ഇതാ അയാളുടെ ആ ഫ്രണ്ട് മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ്. ഡോക്ടർ ചിക്കൻ ആ കാഴ്ചയിൽ അമ്പരന്ന് പോകുമെന്നാണ് മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ കരുതിയത്. പക്ഷെ മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ചിക്കൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി. അപ്പോഴും ഡോക്ടർ ചിക്കൻ കൈ പുറകിൽ കെട്ടിയിരിക്കുകയാണ്. കൈ പുറകിൽ കെട്ടിയിരിക്കുന്ന അയാൾ ആ ജീവിയെ നോക്കി ഉറക്കെ പറഞ്ഞു, ഈ ദിവസം ഒരിക്കൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ. ഒരു എത്തും പിടിയില്ലാത്തൊരു വാചകമാണ് ഡോക്ടർ റോബിൻസൺ അവിടെ പറഞ്ഞത്. ഈ ദിവസം വരുമെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞ വാചകത്തിൽ മാർക്കിന് ആദ്യം മനസ്സിലായ വാചകം. മാർക്ക് വളരെ കൗതുകത്തോടെ ഡോക്ടർ റോബിൻസൺ നോക്കുമ്പോൾ റോബിൻസൺ കണ്ണ് അടച്ചു പിടിച്ചു. ഈ കാഴ്ച ആ കരയുടെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ജീവിയും കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും കരയിലല്ല ഉള്ളത്, കടലിൽ തന്നെയാണ്. പക്ഷെ അത് കരയാണോ കടലാണോ എന്ന് പറയാൻ കഴിയാത്ത ശരിയിൽ കരയോട് ചേർന്ന് നിൽക്കുകയാണ്. ആ ജീവി കൈകെട്ട് നിൽക്കുന്ന ഡോക്ടർ റോബിൻസനെ കാണുകയും ചെയ്തു. റോബിൻസന്റെ മാനസികാവസ്ഥ ആ ജീവിക്ക് മനസ്സിലായെന്ന് അതിന്റെ മുഖം വിളിച്ചു പറയുകയാണ്. ആ ജീവി പെട്ടെന്നാണ് അതിന്റെ ശൽക്കങ്ങൾ ഒന്ന് കുടഞ്ഞത്. ആ ശൽക്കങ്ങൾ ശരിക്കും മിസൈൽ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഡോക്ടർ റോബിൻസനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിവേഗം പാഞ്ഞു വരികയാണ്. റോബിൻസൺ കണ്ണ് അടച്ചു പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അയാൾ ഇതുവരെ അറ്റാക്ക് ചെയ്തതൊക്കെയും കുഞ്ഞുങ്ങളെയായിരുന്നു. ഇപ്പൊ ഇതാ അയാൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിയാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ മുന്നിൽ ജീവൻ അവസാനിപ്പിക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ റോബിൻസൺ ഉള്ളൂ. റോബിൻസൺ കണ്ണടച്ചങ്ങ് നിൽക്കുകയാണ്. കണ്ണടച്ച് നിൽക്കുന്ന റോബിൻസൺ അല്പനേരം കഴിഞ്ഞപ്പോൾ അമ്പരപ്പോടെ കണ്ണു തുറന്നു. അയാളുടെ പുറത്ത് ആ ശൽക്കങ്ങൾ തട്ടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അയാൾ കണ്ണു തുറന്നത്. കണ്ണു തുറന്ന അയാൾ അമ്പരപ്പോടെ ഒരു കാഴ്ച കണ്ടു. അയാളുടെ തൊട്ടു മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നതാണ് ആദ്യം അയാളുടെ കണ്ണിൽ പതിച്ചത്. പെട്ടെന്ന് തന്നെ ആ ആളെ അയാൾക്ക് മനസ്സിലായി, അത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഡോക്ടർ റോബിൻസൺ നേരെ പാഞ്ഞു വന്ന ആ ശൽക്കങ്ങൾ കൈകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. മാർക്ക് കൈയൊന്ന് ഉയർത്തി തടഞ്ഞതും ആ ശൽക്കങ്ങളൊക്കെ അവിടെ വീഴുകയും ചെയ്തു. മാർക്ക് രണ്ട് കൈ കൊണ്ടും ബോഡി കൊണ്ടും ആ ശൽക്കങ്ങൾ മുഴുവൻ തടഞ്ഞിട്ട കാഴ്ച കണ്ടതും ഡോക്ടർ ചിക്കൻ അറിയാതെ ഉറക്കെ വിളിച്ചു പോവുകയാണ്, സക്സസ് സക്സസ്, നമ്മൾ വിജയിച്ചു, നമ്മൾ വിജയിച്ചു. ഇതാ ഈ ഡീമനെ തടുക്കാൻ പറ്റുന്ന ശൈലിയിൽ നമ്മുടെ മരുന്ന് ശക്തി നേടിയിരിക്കുന്നു. മാർക്ക് ഫെല്ലറുടെ പുറത്ത് അയാൾ ഇഞ്ചക്ട് ചെയ്ത ആ മരുന്നിന്റെ ശക്തി കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആ ഒരു തോന്നലാണ് ഈ സമയത്ത് ഡോക്ടർ ചിക്കനുള്ളത്. മാർക്ക് ഫെല്ലർ ഡോക്ടർ ചിക്കനോട് പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ ലേശം പുറകോട്ട് മാറിക്കും, ഈ ജീവിയെ ഞാൻ ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ പതുക്കെ ആ ജീവിയുടെ നേരെ നടന്നു തുടങ്ങി. മാർക്ക് തനിക്ക് നേരെ നടന്നു വരുന്നത് ആ ജീവിയും കണ്ടു. തന്നെ അറ്റാക്ക് ചെയ്ത മുഴുവൻ ആളുകളെയും ആ ജീവി കൊന്നൊടുക്കിയതാണ്. അത് കണ്ടതിന് ശേഷം ഒരാൾ തനിക്ക് നേരെ നടന്നു വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായ ഒരു കൗതുകം ആ ജീവിക്ക് ഉണ്ടാവുമല്ലോ. ആ കൗതുകം ആ ജീവിയുടെ കണ്ണുകളിലുണ്ട്. അത് നടന്നു വരുന്ന മാർക്കിനെ അങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിന് തൊട്ടടുത്തത് മാർക്ക് പെട്ടെന്നാണ് ഒന്ന് ജമ്പ് ചെയ്തത്. ആ ജീവിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകും മുമ്പ് മാർക്ക് ആ ജീവിയുടെ തൊട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. അടുത്തെത്തിയ മാർക്ക് ഒരൊറ്റ ഇടി, ഒരു ഡീമനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കിട്ടുന്ന ഒരവസരവും മാർക്ക് സാധാരണഗതിയിൽ പാഴിക്കളയാറില്ല. ഡീമനുകൾ സാധാരണ മനുഷ്യനേക്കാൾ ശക്തരാണ്. ആ ശക്തനോട് ഏറ്റുമുട്ടുമ്പോൾ മാത്രമേ മാർക്കിന്റെ ശക്തി മാർക്കിന് അളക്കാൻ പറ്റൂ. മാർക്കിന്റെ ബോഡിയിലേക്ക് 15 ബോട്ടിൽ മരുന്നാണ് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല 9 ട്രാൻസ്വേർഷൻ പില്ലിന്റെ 6th ലെവല് ആക്ടിവേഷൻ പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ശക്തി എന്താണെന്ന് മാർക്കിന് സത്യത്തിൽ അറിയത്തില്ല. അത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു അവസരമാണ് മാർക്കിന് ഇതാ കിട്ടിയിരിക്കുന്നത്. അതിവേഗതയിൽ ആ ഡീമൻ അടുത്തേക്ക് എത്തിയ മാർക്ക് ഫെല്ലറുടെ കൈ ആ കൂറ്റൻ ബീസ്റ്റിന്റെ മുകളിൽ പതിച്ചതും ശരിക്കും ആ ബീസ്റ്റ് നിശ്ചലനായി മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിന്റെ ബോധമനസ്സ് കാണുന്ന കാഴ്ചകൾ ശരിയാണോ എന്നൊരു സംശയം അതിന് തന്നെ ഉണ്ടെന്ന് വ്യക്തമാണ് അതിന്റെ മുഖം കണ്ടാൽ. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ഇടി ആ ജീവിയുടെ തലയ്ക്ക് തന്നെ പതിച്ചു.
ഒറ്റയിടിക്ക് മാർക്കിന്റെ കൈ ആ തലയ്ക്കകത്തേക്കായി കടന്നു. തലയുടെ കുറച്ചു ഭാഗം മുറിഞ്ഞു എന്ന് പറയാം. ആ ബീസ്റ്റ് ആ കടലിൽ നിന്ന് ഉയർന്നു പോങ്ങി അല്പം ദൂരേക്ക് കടലിൽ തന്നെ വന്നു വീണു. ശരിക്കും ഒരു വലിയ സംഭവം ആകാശത്തൂടെ പറന്നുപോയി കടലിൽ വന്ന് വീഴുമ്പോൾ കടലിൽ വെള്ളമെല്ലാം കൂടെ കൊണ്ടിങ്ങനെ പൊങ്ങുമല്ലോ. ആ ശരിയിൽ വൻ തിരകൾ ആ ഭാഗത്തുണ്ടാകുമ്പോൾ മാർക്ക് ഫെല്ലർ വീണ്ടും ആ ജീവിയുടെ അടുത്തെത്തി. പക്ഷെ ഇപ്പോ ആ ജീവി ശരിക്കും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ആ ജീവി അതിശക്തമായി പെട്ടെന്നൊന്ന് അനങ്ങിയതും അതിന്റെ പുറത്തുനിന്ന് ശൽക്കങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ആ ശൽക്കങ്ങൾ മാർക്കിനെ അപകടപ്പെടുത്തുമെന്ന് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ മാർക്ക് ഫെല്ലർ ആ ജീവിയുടെ തൊട്ടടുത്തെത്തുകയും അതിനെ വീണ്ടും ആഞ്ഞൊന്ന് പഞ്ച് ചെയ്യുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ ആ ജീവിയുടെ പുറത്ത് പഞ്ച് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ആ ജീവി തെറിച്ചത് കരയുടെ ഭാഗത്തേക്കാണ്. മാർക്കും കൂടെ കരയിലെത്തി. കരയിലേക്ക് വീണ ആ ജീവി എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മാർക്ക് ആ ജീവിയുടെ പുറത്തത് ശൽക്കങ്ങൾ വലിച്ചൂരി തുടങ്ങി. ഈ കാഴ്ചകൾ ഡോക്ടർ റോബിൻസൺ വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് കാണുന്നത്. ഈ ശൈലിയിൽ ഒരു വ്യക്തിക്ക് ആ ഡീമൺ ബീസ്റ്റുകളെ നേരിടാൻ കഴിയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അയാളുടെ കൈവശമുണ്ടായിരുന്ന ആ തോക്കുകളും മറ്റ് ആയുധങ്ങളും വഴി ഡീമൺ ബീസ്റ്റുകളെ നേരിട്ട പരിചയം മാത്രമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾ കാണുന്നത് ഒരു മനുഷ്യൻ ആ ബീസ്റ്റിന്റെ പുറത്തുനിന്ന് ശൽക്കങ്ങൾ വലിച്ചൂരുന്നതാണ്. മാർക്ക് ഫെല്ലർ അതിശക്തമായി ശൽക്കങ്ങൾ പറവറ വലിച്ചൂരിയതും ആ ബീസ്റ്റിന്റെ ദേഹത്ത് നിന്ന് ചോര ഒലിച്ചു തുടങ്ങി. ആ ചോര ഒലിക്കുന്ന കണ്ടതും മാർക്ക് തിരിഞ്ഞ് റോബിൻസണോട് ചോദിച്ചു, ഡോക്ടർ, ഈ ചോരയിലേ വേണ്ടത്? അതേ മാർക്ക്, അതാ വേണ്ടത്. ഓക്കെ, വീപ്പുകൾ കൊണ്ടുവാ. കേൾക്കേണ്ട താമസം ഡോക്ടറുടെ ആവശ്യപ്രകാരം അയാളുടെ അസിസ്റ്റന്റുകൾ 3-4 വീപ്പ് അതിവേഗം മാർക്കിനടുത്തേക്ക് കൊണ്ടുവന്നു. ഈ സമയത്ത് ആ ബീസ്റ്റ് നിശ്ചലനായി നിൽക്കുകയാണ്. അതിന് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഒരുപാട് ശക്തി ആ ജീവി നേടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബുദ്ധി വേണ്ടത്ര വളർന്നിട്ടില്ല. അത് ഏതാണ്ട് സ്റ്റക്കായി നിശ്ചലനായി മാർക്കിനടുത്ത് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവിടെ എത്തിച്ച വീപ്പുകളിൽ അതിൻ്റെ രക്തം ശേഖരിച്ചു തുടങ്ങി. 4 വലിയ വീപ്പ് നിറയെ ആ ബീസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് രക്തം ശേഖരിച്ച മാർക്ക് ആ വീപ്പുകൾ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതും ബീസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, നീ പൊയ്ക്കോ. മാർക്ക് പറയുന്നത് ആ ബീസ്റ്റിന് മനസ്സിലാകുന്നില്ല. അതങ്ങനെ നിശ്ചലനായി നിൽക്കുകയാണ്. ഭയം അതിൻ്റെ കണ്ണുകളിൽ ദൃശ്യമാണ്. ഈ ശൈലിയിൽ ഒരു ആക്രമണം ആ ബീസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അതിൻ്റെതായ ഒരു ഞെട്ടൽ അതിൻ്റെ മുഖത്തുണ്ട്. മാർക്കിന്റെ ഭാഷ അതിനോട്ട് മനസ്സിലാവുന്നുമില്ല. അതങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ തിരിച്ച് ലാബിലേക്ക് നടന്നു. ലാബിലേക്ക് നടന്നു വരുന്ന മാർക്കിനെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ഡോക്ടറുടെ മാർക്ക് പറഞ്ഞു, നമ്മളെല്ലാവരും അകത്തേക്ക് കയറണം. നമ്മൾ ഇവിടെ നിന്നാൽ ആ ബീസ്റ്റ് അവിടെ നിന്ന് പോകത്തില്ല. ആ ബീസ്റ്റ് ആകെ പേടിച്ച് നിൽക്കുകയാണ്. മാർക്കും ഡോക്ടറും ബാക്കി സംഘങ്ങളും മാർക്കിനൊപ്പമുള്ള ആ 18 പേരും ലാബിന്റെ സുരക്ഷിതത്തിനുള്ളിലേക്ക് കയറി ജനാലെ കൂടി പതുക്കെ നോക്കുമ്പോൾ ആ ബീസ്റ്റ് സാവധാനം ശാന്തമാവുകയാണ്. ആ ലാബിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കിയിരുന്ന ആ ബീസ്റ്റ് പെട്ടെന്ന് കടലിലേക്ക് അങ്ങ് ജമ്പ് ചെയ്തു. അതിന്റെ ശ്വാസം വീണ്ടും കിട്ടിയ ഒരു പ്രതീതിയാണ് ആ ജമ്പ് കാണിക്കുന്നത്. ആ വൈൽഡ് ബീസ്റ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമായതും മാർക്ക് ഫെല്ലർ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, ഈ രക്തത്തിൽ നിന്ന് മരുന്നുണ്ടാക്കാൻ എത്ര സമയം ഡോക്ടർക്ക് വേണ്ടി വരും? മാർക്ക്, എനിക്ക് 12 മണിക്കൂർ കിട്ടിയാൽ ഞാൻ മരുന്നുണ്ടാക്കും. ഡോക്ടർ ചിക്കൻ്റെ മറുപടി മാർക്കിന് ശരിക്കും സന്തോഷം ഉണ്ടാക്കിയ ഒന്നാണ്. പിറ്റേന്ന് ഏകദേശം ഉച്ചയാകാറായപ്പോൾ ഡോക്ടർ മാർക്കിനെ തിരക്കി വന്നു. മാർക്ക്, മരുന്നൊക്കെ റെഡിയാണ്. അത് കേട്ടതും മാർക്ക് ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ നിർത്തിയെടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 15 ബോട്ടിലാണ് മാർക്കിന്റെ പുറത്ത് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇഞ്ചക്ഷൻ ആരംഭിച്ചു. 16, 17 എന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്നു പോവുകയാണ്. 28 ബോട്ടിലായപ്പോൾ മാർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മാർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതും ഡോക്ടർ റോബിൻസൺ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ ഇനി മാർക്കിന്റെ ബോഡി എന്റെ മരുന്ന് താങ്ങത്തില്ലേ? അതല്ല കാര്യം. ഈ മരുന്ന് 22ാമത്തെ ബോട്ടിൽ എൻ്റെ ശരീരത്തിൽ കയറിയപ്പോൾ തന്നെ ഈ മരുന്ന് കൊണ്ടുള്ള ഇഫക്റ്റ് എനിക്ക് അവസാനിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അതിനുശേഷമുള്ള 6 ബോട്ടിലും വേസ്റ്റ് ആകുകയായിരുന്നു. ഇനി എത്ര വേണമെങ്കിലും ഇഞ്ചക്ട് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവില്ല. മാർക്ക് പറഞ്ഞ ആ വാചകം ഡോക്ടറെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. ആ മരുന്ന് വഴി ഒരാളുടെ ശരീരത്തിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് മാർക്ക് പറഞ്ഞു വരുന്നത്. ഡോക്ടർക്ക് അത് പുതിയ അറിവാണ്. മാർക്കിന് ആ രക്തത്തിൽ നിന്ന് ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല.
മാർക്കിനെ പോലെ ഒരാള് എങ്ങനെ ഇത്ര ശക്തമായ ബോഡിയുള്ള ആളായെന്ന് ചോദിച്ചാൽ അത് ആ ഡോക്ടർക്കും അറിയില്ല. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പാതകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മാർക്ക് ഫെല്ലർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എന്നോടൊപ്പമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്, അവർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി, ഞാൻ എന്തായാലും തൽക്കാലം ഇവിടുന്ന് മൂവ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അയാളുടെ കൂടെ വന്ന ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു അവിടുന്ന് വന്നതുപോലെ കരയിലേക്ക് തിരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാർക്ക് ലാരി ഹോംസിന്റെ അടുത്ത് മടങ്ങിയെത്തി. ലാരി ഹോംസ് മാർക്കിനൊപ്പം വിട്ട ശിഷ്യന്മാരൊക്കെ അവിടെ ഇപ്പോ ആ മരുന്നിന്റെ ട്രീറ്റ്മെന്റിലാണെന്നുള്ള കാര്യം ലാരി ഹോംസിനെ അറിയിച്ചതും, മാർക്ക്, നീ എനിക്ക് മരുന്നൊന്നും കൊണ്ടുവന്നില്ലേ? കമാൻഡർ ലാരി, സത്യമായിട്ടും ഞാൻ അക്കാര്യം ഓർത്തില്ല, എന്തായാലും ആ ശിഷ്യന്മാർ വരുമ്പോൾ അവർ കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ലാരി ഹോംസിനോട് പറഞ്ഞു, കമാൻഡർ, ഞാൻ തൽക്കാലം ഒരു സ്ഥലം വരെ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തേക്ക് വന്നത്. കമാൻഡർ ലാരി ഹോംസിനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് നേരെ തിരിച്ചത് ഡ്രീം ഐലൻഡിലേക്കാണ്. ഫ്ലൈറ്റിൽ ആ ഐലൻഡിൽ പോകാനാവില്ല. നേരത്തെ ആ സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്ന ദ്വീപ് പോലെ തന്നെ ഈ ദ്വീപും ബോട്ടിൽ മാത്രം സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. മാർക്ക് ഫെല്ലർ ആ ഡ്രീം ഐലൻഡിന് സമീപത്തുള്ള എയർപോർട്ടിൽ നിന്ന് പോർട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഒരു ബോട്ടിൽ ഡ്രീം ഐലൻഡിലേക്ക് തിരിച്ചു. ആ ബോട്ട് ഡ്രീം ഐലൻഡിലേക്ക് മാത്രമുള്ള ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ ആ കരയിൽ തന്നെ എടുക്കണം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ മാർക്ക് അതിനകത്ത് വളരെ നന്നായി ഡ്രസ്സ് ചെയ്ത ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്. മാർക്ക് കൗതുകപൂർവ്വം അവരെ നോക്കി കണ്ടതും മാർക്കിന് അടുത്ത് നിന്ന ആള് മാർക്കിനോട് പറഞ്ഞു, അവരൊക്കെ ഗാംബ്ലിംഗ് നടത്താൻ പോവുകയാണ്. ഗാംബ്ലിങ്ങോ? ഹേയ് സുഹൃത്തെ, ഈ ഡ്രീം ഐലൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെന്നാ ധരിച്ചിരിക്കുന്നത്? മാർക്കിന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഡ്രീം ഐലൻഡിനെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പങ്കുവച്ചു. ആ ഡ്രീം ഐലൻഡിന്റെ ഓണർ, ഡ്രീം എംപറർ, എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒരുപാട് റൺ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ ദ്വീപ്. എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും അതെ സുഹൃത്തെ, അവിടെ ആളുകളെ രസിപ്പിക്കുന്ന 100,000 കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ അണ്ടർവേൾഡ് മാർക്കറ്റും ഉണ്ട്. അണ്ടർവേൾഡ് മാർക്കറ്റോ? എന്താ അണ്ടർവേൾഡ് മാർക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ ചോദിച്ചത് അണ്ടർവേൾഡ് മാർക്കറ്റ് എന്ന് കേട്ടപ്പോൾ പെട്ടെന്നൊരു അതിശയം. സുഹൃത്തെ, ഈ ലോകത്ത് പരസ്യമായി വിൽക്കാൻ കഴിയാത്ത പല സാധനങ്ങൾ കാണില്ലേ, അതൊക്കെ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു മാർക്കറ്റ് അവിടെ ഉണ്ട്. ഗാംബ്ലിങ്ങും അണ്ടർവേൾഡ് മാർക്കറ്റും എന്റർടൈൻമെന്റ് ഷോകളും ഒക്കെയുള്ള ഒരു അടിപൊളി ദ്വീപിലേക്കാണ് അവരുടെ ആ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ആ ബോട്ട് ആ ഡ്രീം ഐലൻഡിലെത്തി. ആ ഐലൻഡിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ മാർക്കിന് വല്ലാത്തൊരു അതിശയം ഫീൽ ചെയ്യുകയാണ്. മനോഹരമായ ഒരു ദ്വീപിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. അതിമനോഹരമായ റോഡുകളും മനോഹരങ്ങളായ ബിൽഡിങ്ങുകളും ഗാർഡനുകളും ഒക്കെയുള്ള രസമുള്ള ഒരു ദ്വീപ്. ബീച്ച് പോലും അതീവ മനോഹരമാണ്. ധാരാളം ആളുകൾ, പല ഭാഷ സംസാരിക്കുന്ന, പല രൂപവും ഭാവമുള്ള ആളുകൾ ആ ദ്വീപിലുണ്ട്. മാർക്ക് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അലിഞ്ഞു ചേർന്നു. മാർക്ക് അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. മാർക്ക് ആ ദ്വീപിൽ എത്തിയിരിക്കുന്നത് മാർക്കിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് മാർക്കിനെ വിളിച്ച ആ ഡീസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനാണ്. ആരാ ആ ഡീസൺ? അതിനെക്കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു മാർക്കറ്റിന്റെ സമീപത്ത് മാർക്ക് എത്തി. നല്ല തിരക്കുണ്ട് ആ ഭാഗത്ത്. ആ തിരക്കിനിടയിലൂടെ മാർക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മാർക്കിന്റെ പുറത്തു വന്ന് ഇടിച്ചത്. മാർക്കിന്റെ പുറത്തിടിച്ച ചെറുപ്പക്കാരൻ മാർക്കിന്റെ പുറത്തിടിച്ചതും തറയിലേക്ക് വീണു. തറയിൽ വീണ ചെറുപ്പക്കാരനെ മാർക്ക് എണീപ്പിച്ച് നിർത്തി. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു ശബ്ദം, നില്ലടാവണേ! ശബ്ദം കേട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലേശ പ്രായമുള്ള ഒരാള് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ് മാർക്ക് കാണുന്നത്. ഈ സമയത്ത് മാർക്കിന്റെ പുറത്ത് ഇടിച്ചു വീണ ചെറുപ്പക്കാരൻ മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ? ആ ചെറുപ്പക്കാരന്റെ ചോദ്യം കേട്ടതും മാർക്ക് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അതെ, ഞാൻ മാർക്കാണ്. നീ ഡീസനാണോ? അതെ മിസ്റ്റർ മാർക്ക്, ഞാൻ ഡീസനാണ്. ഡീസൺ, എന്താ സംഭവം? എന്തിനാ അയാൾ നിന്നെ ഓടിക്കുന്നത്? മാർക്ക്, ഞാനൊരു ഫ്ലാഗിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ ഫ്ലാഗ് അയാളുടെ കൈവശം ഉണ്ടായിരുന്നു. അയാൾ ആ ഫ്ലാഗ് വേറെ ആളുകൾക്ക് കൊടുക്കാനായി ഒരു കരാർ വെച്ചു. അതറിഞ്ഞതും ഞാൻ അത് എടുത്തുകൊണ്ട് ഓടിയതാണ്. ചുരുക്കം വാക്കുകളിൽ തന്നെ ഡീസൺ കഥ പറയുമ്പോഴേക്കും ആ പ്രായമുള്ള ആള് അവരുടെ അടുത്തെത്തി. അയാള് ആ ചെറുപ്പക്കാരനെ പിടിക്കാൻ ശ്രമിച്ചതും ചെറുപ്പക്കാരൻ മാർക്കിന്റെ പുറകിലോട്ട് കയറി ഒളിച്ചു. ഏയ്, ഇങ്ങോട്ട് വാടാ! നീ ആരെ പുറകിൽ ഒളിച്ചാലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല. ഞാൻ ആരെന്ന് കരുതിയിട്ടാ നീ ഇങ്ങനെ മോഷണം നടത്തിയത്? അങ്ങനെ ആ പ്രായമുള്ള ആള് ഡീസനോട് ചോദിക്കുമ്പോൾ ആ മാർക്കറ്റിൽ വേറെയും ആളുകളുണ്ട്. അവരാരും ഈ സംഭവം ശ്രദ്ധിക്കുന്ന പോലുമില്ല.
ഇതുപോലുള്ള വഴക്കുകൾ ആ മാർക്കറ്റിൽ സ്ഥിരമാണെന്ന് ആളുകളുടെ മുഖം വിളിച്ചു പറയുകയാണ്. മാർക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന പ്രായമുള്ള ആളോട് പറഞ്ഞു, ഏയ് അവൻ എടുത്ത സാധനത്തിന്റെ വില അവൻ തരും, അതിന് ഇത്രയും ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ? മാർക്ക് അങ്ങനെ ചോദിച്ചതും അയാൾ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ് വില തരുമെന്നോ? അതിന്റെ വില എന്താണെന്ന് എനിക്കറിയാവോ? ഏയ് എന്ത് വിലയാണെങ്കിലും അത് അവൻ തരും. നമുക്ക് ആ വിലയെക്കുറിച്ച് സംസാരിക്കാൻ മറ്റെങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. അങ്ങനെ മാർക്ക് പറയാനുള്ള കാരണം അവർ സംസാരിക്കുമ്പോൾ തന്നെ അവർക്കിടയിലൂടെ ആളുകൾ കടന്നു പോകുന്നത് കണ്ടതുകൊണ്ടാണ്. അത് ആ പ്രായമുള്ള മനുഷ്യന് മനസ്സിലായി. പ്രായമുള്ള മനുഷ്യനും മാർക്കും ഡീസനും കൂടി അല്പം മാറി ഒരു ചെറിയ വള്ളം പോലെയുള്ള ഒരു ചായക്കടയുടെ മുന്നിലെത്തി. ശരിക്കും വള്ളത്തിന്റെ ആകൃതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചായക്കടയാണ്. ആ ചായക്കടയിൽ വലിയ തിരക്കൊന്നുമില്ല. മാർക്ക് ഫെല്ലറും ആ പ്രായമുള്ള മനുഷ്യനും ഡീസനും കൂടി അവിടെ ഒരു ടേബിളിന്റെ അടുത്തായിരുന്നു. ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് ഇവൻ എന്താണ് മോഷ്ടിച്ചെന്നറിയാവോ? എനിക്കറിയാം, ഒരു ഫ്ലാഗ് അല്ലേ മോഷ്ടിച്ചത്. ആ ഫ്ലാഗ് അവൻ മോഷ്ടിച്ചതല്ല, എനിക്ക് തരാൻ വേണ്ടി എടുത്തതാണ്. ആ ഫ്ലാഗിന് നിങ്ങൾ ഒരു വിലയിട്, ആ വില ഞാൻ തന്നാ പോരെ? ഏയ് നീ പറയും പോലെ അങ്ങനെ അങ്ങ് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഫ്ലാഗ്. ഞാൻ വേറെ ആളുകൾക്ക് ആ ഫ്ലാഗ് കൊടുക്കാമെന്ന് ഏറ്റതാണ്. നോക്കൂ സുഹൃത്തെ, ആ ഫ്ലാഗ് എന്തായാലും ഇനി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അതിന് വില വാങ്ങുക എന്നുള്ളതാണ്. ആ വില ഞാൻ തരാം. ശരി, നീ വില തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വില പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അയാളുടെ മൊബൈൽ എടുത്ത് ഒരു കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ട് ഒരു വില പറഞ്ഞു. വില കേട്ടപ്പോൾ മാർക്കിന് അതിനകത്ത് വലിയ അതിശയവും തോന്നിയില്ല. ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായ ആ ഫ്ലാഗിന് അത്തരത്തിലുള്ളൊരു വില ചോദിക്കുന്നത് തെറ്റില്ല എന്ന് മാർക്കിന് തോന്നുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് തന്നെ മാർക്ക് ആ വില കൊടുക്കാൻ സമ്മതിച്ചതും ആ പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, ഏയ് എനിക്ക് ഈ പ്രൈസ് മാത്രം പോരാ, മറ്റൊരു കാര്യം കൂടി വേണം. മറ്റൊരു കാര്യമോ? അതെന്താണ്? ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്. ഷോയോ? അതെ, ഒരു ഷോ. ഒരു പാമ്പിന്റെ ഷോയാണ്. പാമ്പും ആളുകളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഒരു വളർത്തു പാമ്പാണേ. ആ വളർത്തു പാമ്പിനെ ആളുകൾ ഫൈറ്റിൽ തോപ്പിക്കണം. അതാണ് ഷോ. എന്താ, ഞാനും ആ പാമ്പോട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെന്തായാലും വേണ്ടി വരും. അതല്ല കാര്യം. എനിക്ക് ആ പാമ്പിന്റെ വായിലുള്ള വിഷപ്പല്ലുകളിൽ 3 എണ്ണം വേണം. 3 വിഷപ്പല്ലോ. സാധാരണ ഒരു പാമ്പിന് 2 വിഷപ്പല്ലല്ലേ കാണൂ. ഏയ് സുഹൃത്തെ, ഈ പാമ്പിന് 2 ജോഡി വിഷപ്പല്ലുണ്ട്. അതിൽ 3 എണ്ണം നീ എടുത്തു നൽകിയാൽ നിനക്ക് നീ ചോദിക്കുന്ന ഫ്ലാഗ് ഞാൻ തരും. 3 വിഷപ്പല്ല് വേണമെന്ന് ആ ആള് പറഞ്ഞപ്പോ അതിനെ മാർക്ക് അംഗീകരിച്ചു കഴിഞ്ഞിട്ട് മാർക്ക് ഡീസനോട് പറഞ്ഞു, ഡീസൻ നമുക്ക് താമസിക്കാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഡീസൻ മാർക്കിനെയും കൊണ്ട് സമീപത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലെത്തി. അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് മാർക്കിന്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഡീസനും മാർക്കും കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങി. മാർക്കും ഡീസനും കൂടി തുടർന്ന് പോയത് അവിടുത്തെ അണ്ടർവേൾഡ് മാർക്കറ്റിലേക്കാണ്. ഈ ഭൂമിയിൽ വാങ്ങാനും വിൽക്കാനും കഴിയാത്ത എല്ലാ സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ആ മാർക്കറ്റിലേക്ക് കടന്ന് മാർക്ക് ശരിക്കും ഞെട്ടിപ്പോയെന്ന് പറയാം. ആ അണ്ടർവേൾഡ് മാർക്കറ്റിന്റെ പേര് അനർത്ഥമാക്കുന്ന ശൈലിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട്. പ്രത്യേക തരത്തിലുള്ള ഹെർബ്സും മരുന്നുകളും ആയുധങ്ങളും ഒക്കെ അവിടെ വിൽപ്പനയ്ക്കുണ്ട്. മറ്റ് സാധാരണ ആളുകൾക്കുള്ള സംഭവങ്ങൾ, ബിസിനസ്സുകാർക്കുള്ള സംഭവങ്ങൾ ഒക്കെ അവിടെയുണ്ട്. പല ശൈലിയിലുമുള്ള ആളുകൾ ആ അണ്ടർവേൾഡ് മാർക്കറ്റിനകത്ത് കയറിയിട്ടുണ്ട്. വാങ്ങുകയും വിൽക്കുകയും അവരുടെ ലക്ഷ്യമാണ്. ഒരുപാട് ആളുകൾ ആ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞിടക്കുകയാണ്. അണ്ടർവേൾഡ് മാർക്കറ്റ് എന്നാണ് പേരെങ്കിലും ആക്ച്വലി അതൊരു വിശാലമായ ഷോപ്പിംഗ് മാളാണ്. പക്ഷെ ആ ഷോപ്പിംഗ് മാളിൽ ഈ പറഞ്ഞ പോലെ അധോലോക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. കള്ളക്കടത്ത് സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ശൈലിയിലുള്ള സാധനങ്ങളും ഉണ്ട്. പലതരത്തിലുമുള്ള അപൂർവ ഇനങ്ങളിലുള്ള പെയിന്റിങ്ങുകളും ഒക്കെ അവിടെ പ്രദർശനത്ത് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മാർക്കും ഡീസനും കൂടി അങ്ങനെ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഡീസൻ മാർക്കിനെ ഒരു ഷോപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്താ ഡീസൻ ഇവിടേക്ക് വന്ന? മാർക്ക്, ഇത് അസാസിൻകാരുടെ ഓഫീസാണ്. അസാസിൻകാരോ? അതെ, വാടക കൊലാളികളുടെ ഒരു സ്ഥലമാണ്. നമ്മളെന്തിനാ ഇവിടേക്ക് വന്നത്? മാർക്ക്, ഇത് വാടക കൊലാളികളെ കൊടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡീസൻ മാർക്കിനെ ഒരു ഷോപ്പിനുള്ളിലേക്ക് കൊണ്ടുവന്നു. വളരെ വിശാലമായ ഒരു ഷോപ്പിനകത്തേക്കാണ് മാർക്കും ഡീസനും കൂടി കടന്നത്. അവിടെ ഛായാചിത്രങ്ങൾ തൂക്കിയിടുന്നത് പോലുള്ള ക്യാൻവാസുകൾ ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻവാസിനകത്ത് ചിത്രങ്ങൾ പിൻ ചെയ്യാനുള്ള പിന്നുകളുമുണ്ട്. ചില ക്യാൻവാസിലേക്ക് ചിത്രങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ഒഴിഞ്ഞിടക്കുകയാണ്. മാർക്ക് ഫെല്ലർ
കൗതുകപൂർവ്വം ആ ക്യാൻവാസുകളിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാർക്ക് അമ്പരപ്പോടെ ഒന്ന് നോക്കിപ്പോവുകയാണ്. മാർക്കിന്റെ ചിത്രം അവിടെ ഇല്ല, പക്ഷേ അവിടെ ഒരു വാർത്ത മാർക്ക് കണ്ടു. മാർക്ക് ഫെല്ലറെ കൊല ചെയ്യുന്നവർക്ക് വൻ സമ്മാനം, അതാണ് ഹെഡിങ്. മാർക്കിനെ ആ ക്യാൻവാസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ഡീസൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ പരസ്യം ഇവിടെ വന്നിട്ട് കുറെ നാളായി മാർക്ക്, പക്ഷെ ആരും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. മാർക്കിനെ കൊല്ലാനായി ആരോ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്, പക്ഷെ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ ആരും അവിടെ വന്നിട്ടില്ലെന്ന് ഡീസൻ പറഞ്ഞതും മാർക്ക് ആ കൗണ്ടറിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്നു. മാർക്ക് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കോളർ പ്രത്യേക രീതിയിൽ പൊക്കി വെച്ചിട്ട് മാർക്കിന്റെ നിപ്പ് നടത്തൊക്കെ. മാർക്കിനെ ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നത് ഒരു വാസ്തവമാണ്. ആ കൗണ്ടർ നിൽക്കുന്ന ആളോട് മാർക്ക് ചോദിച്ചു, ഈ കൊട്ടേഷൻ പോയായിരുന്നു? ഇല്ല ഇല്ല, ഇതുവരെ പോയില്ല, ആരും ഏറ്റെടുത്തില്ല. എന്താ അത് ഏറ്റെടുക്കാത്തെ? ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവർക്ക് എന്താ സമ്മാനം കൊടുക്കുക? അങ്ങനെ മാർക്ക് ചോദിച്ചതും ആ കൗണ്ടർ നിൽക്കുന്ന ആള് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് അകത്തെ ഡ്രോയിൽ നിന്ന് ഒരു പേപ്പർ വലിച്ചെടുത്ത് മാർക്കിന്റെ മുന്നിലേക്ക് വെച്ചു. മാർക്ക് ഫെല്ലറെ കൊല്ലുന്ന ആളിനുള്ള ഇനാമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൻ തുകയാണ് മാർക്കിനെ കൊല്ലാനായി പ്രതിഫലം പറഞ്ഞിരിക്കുന്നത്. തുക മാത്രമല്ല, അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളും മരുന്ന് കൂട്ടുകളും ആയുധങ്ങളും വരെ ഓഫർ ചെയ്തിരിക്കുകയാണ്. മാർക്കിനെ കൊന്ന മാത്രം മതി. ആരെങ്കിലും ആ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കൊട്ടേഷനിൽ പറയുന്ന തുകയുടെ 15% ഈ സ്ഥാപനത്തിന് കിട്ടും. പക്ഷെ ആരും വരാത്തതിന്റെ സങ്കടം ആ സ്ഥാപന നടത്തിപ്പുകാരന്റെ മുഖത്തുണ്ട്. മാർക്ക് ഫെല്ലർ ആ ഷീറ്റിൽ നോക്കിയിട്ട് ഷീറ്റ് തിരിച്ചു കൊടുത്തു. മാർക്ക് ആ ഷീറ്റ് തിരിച്ചു കൊടുത്തതും ആ കൗണ്ടർ നിൽക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, കൊള്ളാം, നിങ്ങളും ഏറ്റെടുക്കുന്നില്ല അല്ലേ? ശോ, എത്ര നാളായിരുന്നു ഈ ഓഫർ ഇവിടെ വന്നിട്ട്? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ആരാ ഈ കൊട്ടേഷൻ ഇട്ടിരിക്കുന്നത്? ഏയ്, അത് മാത്രം പറയില്ല, അത് ഞങ്ങൾ ക്ലയൻസിന് കൊടുക്കുന്ന ഒരു വാക്കാണ്. ആര് ഓർഡർ നൽകിയാലും ആ ഓർഡറിനെ കുറിച്ച് മറ്റൊരാളോടും ഒരു വിവരവും ഞങ്ങൾ പങ്കുവയ്ക്കില്ല. അവരുടെ ബിസിനസ് എത്തിക്സ് ആണ് അവൻ മാർക്കിനോട് പങ്കുവച്ചത്. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് യാത്ര പറഞ്ഞു ഡീസനുമായി ഷോപ്പിൽ തന്നെയുള്ള മറ്റ് ക്യാൻവാസിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു തുടങ്ങി. അവരിങ്ങനെ റൗണ്ട് ചെയ്ത് നടന്നു വരികയാണ്. അവർ ഏകദേശം വാതിലിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വാതിലിലൂടെ നടന്ന് കൗണ്ടറിലെത്തി. അയാള് മാർക്കിന്റെ പേരെഴുതിയിരിക്കുന്ന ക്യാൻവാസിലേക്ക് ചൂണ്ടി ആ കൗണ്ടർ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഈ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കാം. അയാൾ അങ്ങനെ പറഞ്ഞതും ആ കൗണ്ടർ നിൽക്കുന്ന ആള് ഉറക്കെ അയാളോട് ചോദിച്ചു, ഏത് ആ മാർക്ക് ഫെല്ലറുടെ കൊട്ടേഷൻ ആണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അതെ, അത് തന്നെയാണ്. അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞതും കൗണ്ടർ നിൽക്കുന്ന ആളിന് ഭയങ്കര സന്തോഷം. ഒരു വൻ തുകയാണ് ആരും ഓഫർ ചെയ്തിരിക്കുന്നത്. ആ തുകയുടെ 15% കൊട്ടേഷൻ നടപ്പിലാക്കപ്പെടുമ്പോൾ ഉറപ്പായും ആ സ്ഥാപനത്തിൽ ലഭിക്കും. അതിൻ്റെതായ ഒരു സന്തോഷം അയാളുടെ മുഖത്തുണ്ട്. ഈ സമയത്ത് ഡീസൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അയാൾ അങ്ങനെ ഡീസൻ ചോദിച്ചതും മാർക്ക് ഡീസന്റെ വാ പൊത്തി. ഏയ്, മിണ്ടരുത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഡീസനുമായി പുറത്തിറങ്ങി. അവിടെ നിന്ന് അവർ ഒത്തിരി ദൂരേക്ക് മാറിയതും മാർക്ക് ഡീസനോട് പറഞ്ഞു, എനിക്ക് അവനെ അറിയാം. മാർക്ക്, അത് ആരാണ്? അവനെ എനിക്കറിയാം, പണ്ട് ഞാനുമായിട്ടൊന്ന് ഉടക്കിയിട്ടുള്ളതാണ്. അവിടെ എത്തിയത് യഥാർത്ഥത്തിൽ ജിയാങ് ഹീയുടെ ശിഷ്യൻ ജിയാങ് ഇ ആണ്. ജിയാങ് ഇ ഇപ്പോൾ 8 ബോട്ടിൽ മരുന്നാണ് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. അവൻ ശരിക്കും ശക്തനാണ്. അവനിപ്പോ പീക്ക് ലെവൽ മാർഷൽ സെയിന്റുമാണ്. പീക്ക് ലെവൽ മാർഷൽ സെയിന്റായ അവൻ 8 ബോട്ടിൽ മരുന്ന് കൂടി ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതോടുകൂടി അവന്റെ കോൺഫിഡൻസ് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ പരസ്യമായി തോൽപ്പിക്കാൻ അവന് പറ്റുമെന്നുള്ളൊരു ഫീലിംഗ് അവനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവൻ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത്. അണ്ടർവേൾഡ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ഫെല്ലറും ഡീസനും കൂടി അവസാനം എത്തിച്ചേർന്നത് പാലസിലാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് പാലസിൽ ആ ഷോ നടക്കുക. ആ പാലസിന്റെ അല്ലെങ്കിൽ ആ ദ്വീപിന്റെ തന്നെ ഓണറായ ഡീം എംബററുടെ വളർത്ത് പാമ്പാണ് ഷോയിലെ താരം. ആ പാമ്പിനെ കുറിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഡീസൻ മാർക്കിനോട് പങ്കുവച്ചുകൊണ്ടിരിക്കെ മാർക്കും ഡീസനും കൂടി നടന്ന് പാലസിന് അടുത്തെത്തി. അവിടെ ഒരു കൗണ്ടറുണ്ട്. ഷോയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ആ കൗണ്ടറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യും. മാർക്ക് ഡീസനോട് പറഞ്ഞു, ഡീസൻ, എൻ്റെ പേരൂടെ എഴുതിയേക്ക്. അത് കേട്ടതും ഡീസൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം? ആ പാമ്പുമായി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളും ജീവനോടെ ഇതിനു മുമ്പ് തിരിച്ചു പോയിട്ടില്ല. അത് കേട്ടപ്പോൾ മാർക്കൊന്ന് ചിരിച്ചു. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ മത്സരിച്ചിട്ട് തന്നെ കാര്യം. റിസ്ക് എടുത്താലല്ലേ ഫലം ഉണ്ടാവത്തുള്ളൂ. നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും നല്ല റിസ്ക് എടുക്കണം. മാർക്ക് അത് പറഞ്ഞപ്പോൾ ഡീസനും ചിരിച്ചു. ഡീസൻ എന്തുകൊണ്ട് മാർക്കിന്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചു ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം.
മാർക്കിനെ പോലെ ഒരാളുടെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. ഡീസൺ മാർക്കിന്റെ പേര് രജിസ്റ്റർ ചെയ്തു. അവർ രണ്ടുപേരും ആ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പാലസിന് മുൻഭാഗത്തുള്ള വിശാലമായ ആ ഗ്രൗണ്ടിലേക്ക് എത്തി. ആ ഗ്രൗണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ടിന് ചുറ്റുമായി ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി തന്നെ 2 തട്ടാണ്. മുകളിലത്തെ തട്ടിൽ ഇടതു ഭാഗത്ത് പാർട്ടിസിപ്പൻസും വലതു ഭാഗത്ത് ആ സംഘാടകനും ടീമുമാണ് ഉണ്ടാവുക. താഴത്തെ തട്ടിൽ റൗണ്ട് ചെയ്തിരിക്കുന്നത് കാണികളാണ്. ഇപ്പോൾ തന്നെ അവിടെ നിറയെ കാണികളായി കഴിഞ്ഞു. ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ വല്ലാത്തൊരു ഔത്സുക്യമുള്ള ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയ കാണികളെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. എല്ലാവർക്കും അറിയാം ആ പാമ്പുമായി ഏറ്റുമുട്ടിയാൽ ഒരാളും രക്ഷപ്പെടില്ല. ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തായി കാണികൾ ഇരിക്കുന്നതിന്റെ താഴെയായി ഒരു അറ കാണാം. ആ അറയിൽ നമുക്ക് ഇപ്പോഴേ ആ പാമ്പിനെ കാണാം. ഒരു കൂറ്റൻ പാമ്പ് ആ അറയ്ക്കകത്ത് കിടക്കുന്നത് ആളുകൾക്കെല്ലാം വിസിബിൾ ആണ്. പെട്ടെന്നാണ് അനൗൺസ്മെന്റ് മുഴങ്ങിയത്. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ 2ാമത്തെ നിലയിൽ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അനൗൺസ്മെന്റ് കേട്ടതും മാർക്ക് ഫെല്ലറും ഡീസനും കൂടി 2ാമത്തെ നിലയുടെ നേരെ നടക്കുകയാണ്. 2ാമത്തെ നിലയിലേക്ക് കയറാനുള്ള ആ പടിക്കെട്ടിന് അവിടെ എത്തിയതും അവിടെ നിൽക്കുന്ന ആളുകൾ മാർക്കിനെയും ഡീസനെയും തടഞ്ഞു. ആ സമയത്ത് ഡീസൻ ഒരു കൂപ്പൺ എടുത്ത് അവരെ കാണിച്ചു. ആ കൂപ്പൺ വാങ്ങിച്ച ആള് ഡീസനോട് പറഞ്ഞു, ഇവിടെ നിന്ന് മുകളിലേക്ക് പങ്കെടുക്കുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അത് കേട്ടതും മാർക്ക് ഡീസനോട് പറഞ്ഞു, ഡീസൻ നീ താഴെ ആളുകളുടെ കൂട്ടത്തിരിക്കുക, ഞാൻ മുകളിലേക്ക് കയറാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ആ പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറി തുടങ്ങി. മാർക്ക് മുകളിലെത്തുമ്പോൾ മാർക്കിനെ കൂടാതെ ഒരു 7 ആളുകൾ കൂടിയുണ്ട്. ആകെ 8 പേരാണ് അന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ 8 പേർക്കും ഒരുപാട് വിഭവങ്ങളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടംപോലെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഭക്ഷണമുണ്ട്, മദ്യമുണ്ട്, അതൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് സുന്ദരികളായ പെമ്പിള്ളരുമുണ്ട്. മത്സരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ എന്റർടൈൻമെന്റ് അതാണ് യഥാർത്ഥത്തിൽ ആ ആളുകൾക്ക് അവിടെ കിട്ടുന്നത്. മാർക്ക് അകത്തോട്ട് കിടക്കുമ്പോൾ ആ ബാക്കി 7 പാർട്ടിസിപ്പൻസും കസേരകളിൽ ഇരുന്ന് കഴിഞ്ഞു. അവരുടെ അടുത്തായി മദ്യവുമായി ആ സുന്ദരികൾ നിൽപ്പുണ്ട്. ഭക്ഷണം കൊണ്ടുവരാനും ഒക്കെ സുന്ദരികളാണ് നിൽക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് അതിൻ്റെതായ പരമോന്നതയിൽ അവിടെ നടത്തപ്പെടുകയാണ്. അവർ നിൽക്കുന്നതിൻ്റെ നേർ എതിർവശത്ത് ആ സമയത്ത് അനവധി ആളുകൾ ഉപേക്ഷിച്ചായിട്ടുണ്ട്. നടുക്ക് ഒരു സിംഹാസനമുള്ള സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. മാർക്കിനടുത്തേക്ക് സുന്ദരിമാർ മദ്യമായി എത്തിയതും മാർക്ക് അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ട. മാർക്ക് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് എങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഒരുപാട് ആളുകളാണ് താഴെ ഓഡിയൻസിനിടയിലുള്ളത്. അവരൊക്കെ ആർത്ത് വിളിക്കുകയാണ്. ശരിക്കും ഒരു ആഘോഷത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ പ്രതിഫലിക്കുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ ഉള്ള ആ 2ാം നിലയിലേക്ക് ഒരാൾ കടന്നു വന്ന ആള് അവിടെയുള്ള 8 പേരുടെയും തലയിൽ ഒന്ന് തൊട്ടു. അയാൾ തൊടുന്നത് 1, 2 എന്ന് പറഞ്ഞിട്ടാണ്. അയാൾ അങ്ങനെ തൊട്ടതിന് ശേഷം ആ പാർട്ടിസിപ്പൻസിനോട് പറഞ്ഞു, ഞാനിപ്പോ തൊട്ടപ്പോ എണ്ണി നമ്പറാണ് നിങ്ങളുടെ സീരിയൽ നമ്പർ. ആ ക്രമത്തിലാകണം നിങ്ങൾ അകത്തേക്ക് പോകേണ്ടത്. 1, 2, 3, 4, 5, 6, 7 മാർക്കിന്റെ നമ്പർ. അയാൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ മത്സരം തുടങ്ങുന്നവരെ ശരിക്കും എൻജോയ് ചെയ്തോളൂ. ഇന്ന് കാണികളെ രസിപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് കേട്ടോ. ശരിക്കും പുഞ്ചിരിയോട് കൂടിയാണ് അയാൾ ആ വാക്കുകൾ പറഞ്ഞത്. റെഗുലറായി ഈ ഷോ കണ്ടക്ട് ചെയ്യുന്ന ഒരാളുടെ നിർവികാര്യത ആ പുഞ്ചിരിയിലും മാർക്കിന് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മാർക്കിന് എതിർവശത്തുള്ള ആ ബാൽക്കണിയിൽ ഒരു നല്ല പൊക്കമുള്ള മനുഷ്യനെത്തി. അയാളെ കണ്ടതും താഴെയുള്ള കാണികളൊക്കെ എണീറ്റ് അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചു. മാർക്കിന് കഥ മനസ്സിലായി. ആ നിൽക്കുന്ന ആളാണ് എംപറർ. എല്ലാവരും തന്നെ അഭിസംബോധന ചെയ്യുന്ന കണ്ടതും എംപറർ കൈ ഉയർത്തി എല്ലാവരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞതും അയാളുടെ മുഴക്കമുള്ള ശബ്ദം അവിടെ കേട്ടു. അപ്പോ ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ കൈ ഒന്ന് അനക്കിയതും ഒരു പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് താഴെയുള്ള കൂട്ടിലേക്ക് പതിഞ്ഞു. ആ കൂടിനെ കവർ ചെയ്തിരുന്ന തുണി ആ നിമിഷം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ നിമിഷം തന്നെ ആ കൂട്ടിന്റെ വാതിലും മലർക്കെ തുറക്കപ്പെട്ടു. ആ കൂറ്റൻ പാമ്പ് ഇപ്പോൾ എല്ലാവർക്കും വിസിബിൾ ആണ്. ഈ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലറും ടീമും ഉള്ള ഭാഗത്തുനിന്ന് ആ 1ാം നമ്പറുകാരനെ അതിന്റെ സംഘാടകർ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. സകലരെയും ഒന്ന് നോക്കിയതിന് ശേഷം 1ാം നമ്പറുകാരൻ ആ 2ാം നിലയിൽ നിന്ന് ഒരൊറ്റ ജമ്പ് താഴെ ആ പാമ്പുമായി ഏറ്റുമുട്ടേണ്ട ആ ഗ്രൗണ്ടിലേക്കാണ് അയാൾ ജമ്പ് ചെയ്തത്. അയാൾ ജമ്പ് ചെയ്ത് അവിടെ നിന്നതും സകല ആളുകളും ഉറക്കെ കൈയടി തുടങ്ങി. ആളുകൾക്ക് ഒരു ഷോ കാണുന്നതിൻ്റെ ആ ത്രില്ലുണ്ട്. ഒരുപാട് ലൈറ്റുകൾ ഈ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ആ ലൈറ്റുകൾ ഇപ്പോ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുറെ ലൈറ്റുകൾ ആ പാമ്പിന്റെ കൂട്ടിലുമാണ്. രണ്ട് സ്ഥലത്തും ആ ലൈറ്റുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും ആ പാമ്പ് പതുക്കെ പുറത്തോട്ട് വന്നു തുടങ്ങി. ആ പാമ്പ് തല ഉയർത്തി നടുക്ക് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനൊന്ന് നോക്കി. എല്ലാ ദിവസവും ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്ന പാമ്പായതുകൊണ്ട് തന്നെ പാമ്പിന് ഇതൊക്കെ ഒരു കൗതുകം, ഒരു ഡീമനിക് ബീസ്റ്റ് തന്നെയാണ് ആ പാമ്പ്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ ആ കാഴ്ച കാണുമ്പോൾ മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, ഈ പാമ്പ് ശരിക്കും പോയിസണസ് ആണ്, അതിന്റെ പുറത്ത് തൊട്ടാൽ ആ ആള് അപ്പച്ചാവും. സാധാരണഗതിയിൽ ഒരു പാമ്പ് ഒരാളെ കൊത്തപ്പെട്ടാണ് ആ പല്ല് വഴി വിഷം ഉള്ളിലേക്ക് കടക്കുന്നത്. ഇതങ്ങനെയല്ല, ഈ പാമ്പിന്റെ പുറത്ത് എവിടെ തൊട്ടാലും വിഷം ഉള്ളി കടക്കും. അതൊരു കൗതുകമുള്ള, അതേസമയം അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. മാർക്ക് അത് കേട്ടതും കൗതുകത്തോടെ ആ പാമ്പിനെ നോക്കുമ്പോൾ താഴെ ഗ്രൗണ്ടിൽ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാണ്. അയാളുടെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തതും അയാൾ ഒരു അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് മാർക്കിന് മനസ്സിലായി. മാർക്കിന് ഇപ്പോ സ്പിരിച്വൽ എനർജി ഇല്ലാത്തത് കൊണ്ട് മറ്റേയാളുടെ സ്പിരിച്വൽ എനർജിയുടെ തോത് അളക്കാനും പറ്റത്തില്ല. കണ്ടിട്ട് ഒരു ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റോ ആണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവിടെ ആ ഗ്രൗണ്ടിൽ ഇപ്പോ അറ്റാക്ക് ചെയ്യാനായി റെഡിയായി നിൽക്കുന്നത്. മാർക്ക് അയാളെ ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോഴേക്കും അയാൾ അതിവേഗം മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ച ചെറുപ്പക്കാരൻ ചാടി ഉയരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാള് എപ്പോ എങ്ങനെ അവന്റെ കൈ വന്നു ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. മുന്നോട്ട് കുതിച്ച് ആകാശത്തേക്ക് ഉയർന്ന ആ ചെറുപ്പക്കാരൻ അതിശക്തമായി ആ വാള് കൊണ്ട് ആ പാമ്പിനെ ആഞ്ഞൊരൊറ്റ വെട്ട്. ആ പാമ്പിന്റെ കഴുത്ത് ലക്ഷ്യം ആ ചെറുപ്പക്കാരൻ ആ പാമ്പിനെ ആഞ്ഞു വെട്ടിയത്. പക്ഷേ ആ വാള് ആ പാമ്പിന്റെ പുറത്ത് തൊട്ട നിമിഷത്തിൽ ആ വാള് കിണിങ്ങുന്നൊരു ശബ്ദത്തോടുകൂടി ഒടിയുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ആളുകൾ കണ്ടത്. ഉരുക്കിനെ തോൽപ്പിക്കുന്ന ശൈലിയിലുള്ള ശൽക്കങ്ങൾ ആ പാമ്പിന്റെ പുറത്തുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാർക്ക് ആ കടൽ തീരത്ത് ആ ഡീമനിക് ബീസ്റ്റുമായി ഏറ്റുമുട്ടുമ്പോൾ അവിടെയും മാർക്ക് കണ്ടത് ശൽക്കങ്ങളാണ്. അതേ ശൈലിയിൽ ഈ പാമ്പിന്റെ പുറത്തും ശൽക്കങ്ങളുണ്ട്. അവയ്ക്ക് വല്ലാത്തൊരു ബലം. വാളൊടിഞ്ഞതും ആ ചെറുപ്പക്കാരൻ ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. അവനോട് ആരും ആ ശൽക്കങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല എന്ന് അവന്റെ മുഖം വിളിച്ചു പറയുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ പാമ്പ് അതിന്റെ വാലൊന്ന് അനക്കി. ആ പാമ്പ് വാലൊന്ന് അനക്കിയതും ഒരു പുക ആ വാലുമായി ബന്ധിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ് ആ പുക ഉണ്ടായെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. നല്ല കട്ടിക്കൊരു പുക. ആ പുക ആ ചെറുപ്പക്കാരനെ പൂർണ്ണമായും വിഴുങ്ങുന്നത് ആളുകൾക്ക് കാണാം. പെട്ടെന്ന് മാർക്കിന്റെ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ഡിവൈനായി കൂടി മാർക്കിന് ആ പുകയ്ക്കകത്ത് നടക്കുന്ന സംഭവം ഇപ്പോ വിസിബിൾ ആണ്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. ആ ചെറുപ്പക്കാരന്റെ പുറത്ത് പുക തൊട്ട സ്ഥലങ്ങളൊക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ശരിക്കും പഴുത്ത് അഴുകിയ ഒരു ചക്ക പതുക്കെ ചെറുതായി ഇളകി താഴോട്ട് വീഴും പോലെ ആ ചെറുപ്പക്കാരന്റെ ചെവിയും കാലും മൂക്കും ദേഹവും ഒക്കെ നിമിഷ നേരം കൊണ്ട് താഴേക്ക് വീണു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ പുക മാറിയ ആളുകൾ നെഞ്ചിടിപ്പോടുകൂടി അങ്ങോട്ട് നോക്കുമ്പോൾ അവർക്ക് ആ ചെറുപ്പക്കാരനെ കാണാനേ പറ്റുന്നില്ല. താഴെ രക്തത്തുള്ളികളൊക്കെ കാണാം. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശരി. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ബാക്കി പാർട്ടിസിപ്പൻസിൽ ചിലരെങ്കിലും വല്ലാതെ ഭയപ്പെടുത്തി എന്ന് പറയാം. ആ 2ാം നമ്പറുകാരൻ പെട്ടെന്ന് സംഘാടകനായ ആളോട് പറഞ്ഞു, സോറി, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണ്ട. അയാൾ അങ്ങനെ പറഞ്ഞതും ആ സംഘാടകൻ നേരെ എതിർഭാഗത്തുള്ള എംപററെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ എംപറുടെ ഇടത് കൈ ഒന്ന് ഉയരുന്നതാണ്. ആ ഇടത് കൈയിൽ നിന്ന് ഒരു പ്രകാശം നേരെ ആ സെക്കൻഡ് പാർട്ടിസിപ്പന്റ് തലയിൽ വന്നിടിച്ചു. ആ നിമിഷത്തിൽ ആ തല ചിതറുകയും ചെയ്തു. തല ചിതറുന്ന ആ നിമിഷത്തിൽ തന്നെ മാർക്കിനൊപ്പമുള്ള ആ ഹാളിലെ ആ സംഘാടകൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു, നോക്ക്, ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ മത്സരിച്ചേ പറ്റൂ, മത്സരിച്ചില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം. ഇപ്പോ അകത്തുള്ള ആളുകൾക്ക് ഒരു ഭയമുണ്ട്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ ഈ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ 3ാമത്തെ ആളിന്റെ നമ്പർ എത്തി. 3ാമത്തെ ആള് ആ ബാൽക്കണിയിലേക്ക് കടന്ന നിമിഷത്തിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ്. അവൻ കയറിയ നിമിഷം മുതൽ വാതോരാതെ സംസാരിക്കുകയായിരുന്നു. ഇതൊക്കെ എന്ത് എന്നുള്ള ശൈലിയിലാണ് അവൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ചാൻസ് വന്നതും അവൻ താഴേക്ക് അങ്ങ് കുതിക്കുകയും ചെയ്തു. ഈ പാമ്പൊന്നും തനിക്കൊരു വിഷയമല്ല എന്ന ശൈലിയിൽ തന്നെ ആ ചെറുപ്പക്കാരൻ ലാൻഡ് ചെയ്തു. ആ ചെറുപ്പക്കാരൻ
വല്ലാത്ത കോൺഫിഡൻസിലാണ്. താഴേക്ക് ലാൻഡ് ചെയ്ത നിമിഷം തന്നെ അവന്റെ ഇരു കൈകളിലും 2 വാളുകൾ പ്രത്യക്ഷപ്പെട്ടു. അവനൊരു സോഡ് മാസ്റ്ററാണ്. ആ കാഴ്ച കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. വാൾപ്പയറ്റിൽ അതീവ വിദഗ്ധനായ ഒരാൾ. ആ സോഡ് മാസ്റ്റർ 2 വാളുകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പെട്ടെന്നാണ് ഒന്ന് ജമ്പ് ചെയ്തത്. ജമ്പ് ചെയ്ത് അവൻ 2 വാളും ആകാശത്തേക്ക് ഉയർത്തി ഒന്ന് ക്രോസിന് വലിച്ചതും ഒരു പ്രകാശം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. പാമ്പിനോട് കൂടുതൽ ഡയലോഗിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആ ചെറുപ്പക്കാരൻ അറിയാം. ആ പ്രകാശം അതിശക്തമായി ആ പാമ്പിന് നേരെ പാഞ്ഞു വരുമ്പോൾ അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരന് താഴേക്കിനെ പാഞ്ഞു വരികയാണ്. ഒരു ഉൽക്ക താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ആ 2 വാളുകളുമായി ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ആദ്യം ആ പ്രകാശം പാമ്പിനെ തൊട്ടു. പാമ്പിന്റെ പുറത്തുള്ള ആ വിഷവാതകത്തെ തടയാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രകാശം ആ ചെറുപ്പക്കാരൻ സൃഷ്ടിച്ചതാണെന്നൊരു തോന്നൽ പെട്ടെന്ന് ആളുകൾക്ക് ഉണ്ടായി. ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ആ പാമ്പിനെ ആ പ്രകാശം വിഴുങ്ങുകയും ആ ചെറുപ്പക്കാരൻ താഴെ എത്തുകയും ചെയ്തു. താഴെ എത്തിയ ചെറുപ്പക്കാരൻ ആ 2 വാളും ഒരുമിച്ച് അതിന്റെ തലയിലേക്ക് കുത്തിയിറക്കുകയാണ്. നേരത്തെ വാളുകൊണ്ട് കഴുത്തിന് ആക്രമിച്ച ഒന്നാമൻ ചെയ്തതിനേക്കാൾ വേഗത്തിൽ ആ 2 വാളും ആ പാമ്പിന്റെ കണ്ണ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആകാശത്ത് നിന്ന് താഴേക്ക് കുത്തി ഇറക്കപ്പെട്ടത്. അത്രയും ഭാഗം വളരെ വിജയകരമായി നടന്നെങ്കിലും പക്ഷെ അടുത്ത ഭാഗം അവൻ ഉദ്ദേശിച്ച ശൈലിയിലല്ല നടന്നത്. ആ വാള് ആ പാമ്പിന്റെ തലയ്ക്ക് മുകളിൽ എത്തിയതും ആ പാമ്പ് ഒന്ന് വിറച്ചു. ആ നിമിഷത്തിൽ ആ വാള് ഏതാണ്ട് തവിട് പൊടിയായി. ആ പാമ്പിന്റെ മുകളിലുള്ള ശൽക്കങ്ങൾ അതിവേഗതയിൽ ഒന്ന് പ്രകാശിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ശരിക്കും ആ പാമ്പിൻ്റെതായ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. തൻ്റെ 2 വാളുകളും പെട്ടെന്ന് കയ്യിൽ നിന്ന് ചിതറിയപ്പോൾ ആകാശത്ത് താഴേക്ക് പാഞ്ഞു വരികയായിരുന്ന ആ ചെറുപ്പക്കാരൻ ഒന്ന് ഞെട്ടി. ആ ഞെട്ടൽ ആൾക്കാർക്ക് വരെ വിസിബിൾ ആണ്. കാരണം അവൻ പെട്ടെന്ന് ഒന്ന് മാറാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും കാണാം. അവൻ താഴോട്ട് വരുന്ന ആ ദിക്കിൽ നിന്ന് മറുഭാഗത്തേക്ക് ലാൻഡ് ചെയ്യാനായിരുന്നു അവന്റെ ശ്രമം. പക്ഷേ അതിനുള്ള അവസരം അവന് കിട്ടിയില്ല. അവൻ തറയിൽ ലാൻഡ് ചെയ്യും മുമ്പ് അവന്റെ പുറത്ത് ആ പാമ്പിന്റെ വാല് ഒന്ന് തൊട്ടു. പാമ്പിന്റെ വാല് തൊട്ടതും അവന് ചുറ്റും നേരത്തെ പോലെ ആ പുകയുണ്ടായി. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനും അപ്രത്യക്ഷമായി. 2 ആളുകൾ ഇത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ ഈ കാഴ്ച കാണികളെ വല്ലാതെ ആവേശഭരിതരാക്കിയാണ്. അവർ ആർത്ത് വിളിക്കുകയാണ്. ആ വിഷപ്പല്ലുള്ള ആ പ്രത്യേക പാമ്പ് അവരുടെയൊക്കെ ഒരു ഇഷ്ട കഥാപാത്രമാണെന്ന് അവരുടെ ആ ആർത്ത് വിളിച്ചു പറയുകയാണ്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ ഈ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് മുകളിലത്തെ ആ കമ്പിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ 4ാമത്തെ ആള് എണീറ്റു. 4ാമത്തെ ആളെ മാർക്കും നേരത്തെ തന്നെ നോട്ട് ചെയ്തതാണ്. അയാള് ഒരു കമ്പിളി പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ കമ്പിളി പുതപ്പ് അയാൾ എടുത്തു മാറ്റിയിട്ട് ഒരൊറ്റ ജമ്പ്. അയാൾ താഴെ ജമ്പ് ചെയ്ത് അങ്ങനെ നിന്നതും സകല ആളുകളും ആ രൂപത്തിലേക്ക് നോക്കി. പെട്ടെന്നാണ് സകലരും ഉറക്കെ കൈയിടിക്കുന്നത്. ബ്ലേക്ക് എത്തിയേ, ബ്ലേക്ക് എത്തിയേ. മാർക്ക് കൗതുകത്തോടെ ആ വ്യക്തി അങ്ങനെ നോക്കുമ്പോൾ മാർക്കിന്റെ അടുത്തേക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, ഇത് ബ്ലേക്ക് സ്റ്റീഫൻ. ബ്ലേക്ക് സ്റ്റീഫൻ ശക്തനായ പോരാളിയാണ്. ബ്ലേക്ക്, ബ്ലേക്ക്. ആളുകൾ ഉറക്കെ വിളിക്കുന്ന അപ്പോഴും കേൾക്കാം. ബ്ലേക്ക് സ്റ്റീഫൻ, ഇതാരുടെ കഥാപാത്രം? മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ ആ ബ്ലേക്ക് സ്റ്റീഫൻ ശരിക്കും താനൊരു അമാനുഷ്യാണെന്ന് തെളിയിക്കുന്ന ശൈലിയിൽ കൈകാലുകൾ ഒന്ന് വിരിച്ചു. ശരിക്കും അയാൾ ആ കൈകാലുകൾ ഇങ്ങനെ വിരിക്കുമ്പോൾ മുകളിൽ ആ ഡ്രീം എംപററിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഒണാൻഡോള്ളി ബ്ലേക്ക് സ്റ്റീഫനാണ് മത്സരത്തിൽ എത്തിയിരിക്കുന്നത്. ബ്ലേക്ക് സ്റ്റീഫൻ മത്സരത്തിലെത്തുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സകലരും അറിയുന്ന ഒരാളാണ് ബ്ലേക്ക് സ്റ്റീഫൻ എന്ന് ആളുകളുടെ ആ ആഹ്ലാദ ശബ്ദം കേൾക്കുന്ന മാർക്കിന് മനസ്സിലായി. മാർക്ക് പക്ഷെ കേട്ടിട്ടേയില്ല ഇങ്ങനൊരു കഥാപാത്രത്തെ. ബ്ലേക്ക് സ്റ്റീഫൻ ആ പാമ്പിനോടായി പറഞ്ഞു, ഏയ്, നിന്റെ കളികൾ ഇന്ന് ഇവിടെ അവസാനിക്കും. നിന്നെ കൊല്ലാനായിട്ട് ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നത്. ബ്ലേക്ക് സ്റ്റീഫൻ അങ്ങനെ പറയുമ്പോൾ മുകളിലുള്ള ആ ഡ്രീം എംപറർ പുഞ്ചിരിയോടെ ബ്ലേക്ക് സ്റ്റീഫനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ബ്ലേക്ക് സ്റ്റീഫൻ കൂടുതൽ കാത്തു നിൽക്കാതെ ഒന്ന് കറങ്ങി. അയാൾ തറയിലൊന്ന് കറങ്ങുമ്പോൾ സകലരുടെ കണ്ണുകൾ തറയിലാണെങ്കിലും പെട്ടെന്നാണ് തറയുന്ന ഒരു പമ്പരം പോലെ അയാളിങ്ങനെ മുകളിലേക്ക് ഉയർന്നത്. മുകളിലേക്ക് ഉയർന്ന അയാളുടെ കയ്യിൽ നേരത്തെ ആ 2 പേരെ പോലെ തന്നെ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. അയാളെ വാള് അതിശക്തമായി താഴേക്കൊന്ന് വീശുകയാണ്. 18 സ്ലാഷസ് എന്ന് പറഞ്ഞിട്ട് അയാൾ വീശുമ്പോൾ മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ച കണ്ടു. മാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആ സ്ലാഷാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാർക്കിന്റെ 9 സ്ലാഷസിന്റെ മറ്റൊരു രൂപമാണ് ആ 18 സ്ലാഷസ്. ഇതാരാ ഈ ബ്ലാക്ക് സ്റ്റീഫൻ? മാർക്ക് ഉപയോഗിക്കുന്ന അതേ തന്ത്രം മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കിനൊരു കൗതുകം, ആരാണ് അതെന്നറിയാൻ.
ബ്ലാക്ക് സ്റ്റീഫൻ ആകാശത്ത് പമ്പരം പോലെ ഉയർന്നതിന് ശേഷം ആ 18 സ്ലാഷസ് എന്ന് പറഞ്ഞതും അനവധി വാളുകൾ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും വാളുകളുടെ ആഫ്റ്റർ ഇമേജുകളാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് വാളുകൾ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഒത്തിരി വാളുകൾ ആ പാമ്പിന് തൊട്ടു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ആ പാമ്പിനും ഒരു കൗതുകം, തനിക്ക് പറ്റിയ ഒരു എതിരാളി ഇതാ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നലാണ് ആ പാമ്പിനുണ്ടായത്. പാമ്പ് കൗതുകത്തോടെ ആ ബ്ലേക്ക് സ്റ്റീഫനെ നോക്കുമ്പോൾ ബ്ലേക്ക് സ്റ്റീഫന്റെ വാളുകൾ ഒന്നിച്ച് പതുക്കെ ചലിക്കുകയാണ്. ശരിക്കും ഒരു ചുഴലി കൊടുങ്കാറ്റ് തന്നെ ആ വാളുകൾ സൃഷ്ടിച്ചു എന്ന് പറയാം. ആ വാളുകൾ ഒന്ന് അനങ്ങിയതും ഒരു വൻ കാറ്റ് ആ പാമ്പിന് നേരെ പാഞ്ഞു വന്നു. ആ കാറ്റിന്റെ ഭാഗമായിട്ടുള്ളത് മുഴുവൻ വാളുകളാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വാളുകൾ ഒന്നിച്ച് ആ പാമ്പിനെ സകല സ്ഥലത്തൂടെ ആക്രമിക്കുന്ന ഒരു പ്രതീതിയാണ് ആളുകൾക്ക് ഉണ്ടായത്. സകലരും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വിചാരിച്ചതുപോലെ ആ വാളുകൾ ഒന്നടങ്കം ആ പാമ്പിന്റെ പുറത്തേക്ക് ഇടിച്ചു കയറുകയാണ്. ആയിരക്കണക്കിന് വാളുകൾ എന്ന് പറയുമ്പോഴും ഫലത്തിൽ ഒറ്റ വാളേ ഉള്ളൂ എന്നതാണ് സത്യം. ആ വാള് സൃഷ്ടിക്കുന്ന ആഫ്റ്റർ ഇമേജുകളാണ് ബാക്കി തോന്നുന്ന എല്ലാ വാളുകളും. ആ വാളിന് ഈ പാമ്പിന്റെ പുറത്ത് പോറലേൽപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ആ ബ്ലേക്ക് സ്റ്റീഫനുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്ത് ശരിക്കും രസകരമായ ഒരു പുഞ്ചിരിയുണ്ട്. അയാളൊരു മാർഷൽ സെയിന്റ് ആണ്. അക്കാര്യം അയാൾ വായുവിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേ മാർക്കിന് മനസ്സിലായി. വായുവിൽ അങ്ങനെ നിൽക്കാൻ സാധാരണഗതിയിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റത്തില്ല. മാർക്ക് കൗതുകപൂർവ്വം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ താഴെ ആ പാമ്പിന്റെ പുറത്ത് ആ വാള് കൊള്ളുക തന്നെ ചെയ്തു. നേരത്തെ 2 ആക്രമണത്തെയും അത് അതിജീവിച്ചതാണ്. പക്ഷെ ഇപ്പോ ബ്ലേക്ക് സ്റ്റീഫന്റെ ശക്തമായ മാന്ത്രിക സ്പെല്ല് പാമ്പിന്റെ ശൽക്കത്തിൽ പോറലേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ കടന്നു. പക്ഷെ പോറലേൽപ്പിക്കാൻ മാത്രമേ ആ വാളിന് പറ്റുള്ളൂ. ആ ശൽക്കത്തിലൂടെ അങ്ങനെ ആ വാള് കടന്നു പോയപ്പോൾ തീപ്പൊരികൾ ചിതറുന്നത് ആളുകൾക്കൊക്കെ കാണാം. കണ്ണഞ്ചിക്കുന്ന പ്രകാശം ആ പാമ്പിന്റെ ബോഡിയിൽ നിന്നുണ്ടായതാണ്. തീപ്പൊരികൾ ചിതറിയതും നമ്മുടെ ബ്ലേക്ക് സ്റ്റീഫൻ ലേശം ഒന്ന് അസ്വസ്ഥനായി. അയാളുടെ 18 സ്ലാഷസ് ശരിക്കും പ്രഗത്ഭമായ ഒരു ആയോധന വിദ്യയാണ്. അതാണ് ആ പാമ്പിനെ ജസ്റ്റ് തൊട്ട് കടന്നു പോയിരിക്കുന്നത്. മറ്റാർക്കും അത് മനസ്സിലാകില്ലെങ്കിലും ബ്ലേക്ക് സ്റ്റീഫന് താൻ അപകടത്തിലാണെന്ന് ആ നിമിഷം മനസ്സിലായി. അയാള് വായുവിൽ അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആ പാമ്പ് ഒന്ന് ചാടി ഉയർന്നത്. പാമ്പും ബ്ലേക്ക് സ്റ്റീഫനും മുഖാമുഖം. ഇത്രയും പൊക്കം ആ പാമ്പിന് ഉണ്ടെന്ന് അപ്പോഴാണ് ആളുകൾക്കും തോന്നിയത്. ആളുകൾ ഏതാണ്ട് ശ്വാസം അടക്കി പിടിച്ച കാഴ്ച കാണുന്നത്. പെട്ടെന്ന് ആ പാമ്പ് ഒന്ന് ഊതി. ബ്ലേക്ക് സ്റ്റീഫന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ബ്ലേക്ക് സ്റ്റീഫന് ചുറ്റുമായി ഒരു പുക അങ്ങനെ വരികയാണ്. ആ പാമ്പ് ഒന്ന് ഊതിയതും തീ കലർന്ന ഒരു പുക ബ്ലേക്ക് സ്റ്റീഫനെ പൂർണ്ണമായി അങ്ങ് മൂടി. ഏതാനും സെക്കൻഡുകൾ പൂർണ്ണ നിശബ്ദതയാണ് ആ കോമ്പൗണ്ടിനകത്ത് ഉണ്ടായിരുന്നത്. ആ ഗ്രൗണ്ടിൽ, ആ കളിസ്ഥലത്ത് ഒരു ശബ്ദവും കേൾക്കാനില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് താഴെ ചുരുണ്ട് കിടക്കുന്ന ആ പാമ്പിനെയാണ്. ബ്ലേക്ക് സ്റ്റീഫൻ ഇല്ല. ബ്ലേക്ക് സ്റ്റീഫനെ ഒന്ന് ഊതി ആ പാമ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും മുകളിൽ ഡ്രീം എംപറർ ചാടി എണീറ്റ് ഉറക്കെ കൈയടിച്ചുകൊണ്ട് ഡ്രീം എംപറർ ഉറക്കെ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഇന്ന് സാക്ഷാൽ ബ്ലേക്ക് സ്റ്റീഫൻ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബാക്കി മത്സരാർത്ഥികളുടെ മത്സരത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഇളവ് നൽകാം. നിങ്ങളിൽ ആർക്കെങ്കിലും മത്സരിക്കാതെ ഇവിടുന്ന് പുറത്തു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കൈ ഉയർത്താം. അവർക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള എല്ലാ അവകാശവും ഞാൻ നൽകും. നേരത്തെ ഒരാൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ നിഷ്കരണം കൊന്ന അതേ എംപറർ ഇതാ ഒരു ഇളവ് പ്രഖ്യാപിക്കുകയാണ്. കേൾക്കേണ്ട താമസം 5-ാം നമ്പറുകാരൻ കൈപൊക്കി. ഞാൻ മത്സരിക്കുന്നില്ല. 6-ാം നമ്പറുകാരനും കൈപൊക്കി. ഞാനും മത്സരിക്കുന്നില്ല. അടുത്തത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് മിണ്ടാതെ നിൽക്കുകയാണ്. 8-ാം നമ്പറുകാരനും കൈപൊക്കി. ഞാനും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ 3 ആളുകളും അതിവേഗം ആ ഇടനാഴി കൂടി താഴേക്ക് ഇറങ്ങുമ്പോൾ സംഘാടകർ മാർക്കിനെതിരെ തിരിഞ്ഞു. ഏയ്, നീ എന്താ കൈപൊക്കുന്നില്ലേ? ഇല്ല, ഞാൻ മത്സരിക്കാനാ വന്നത്. മാർക്ക് അങ്ങനെ പറയുമ്പോൾ എംപറർ ശരിക്കും അകത്തേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് അയാൾ അത് കേട്ടത്. അയാൾ ഉടൻ തിരിഞ്ഞ് മാർക്ക് ഫെല്ലർ നോക്കി. മാർക്ക് നിൽക്കുന്നതിന്റെ എതിർവശത്താണ് അയാൾ ഉള്ളത്. അയാള് ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, ഏയ്, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇനി മത്സരിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പോകാൻ ഞാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്.
അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, സോറി, ഞാൻ മത്സരിക്കാനാണ് വന്നത്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും എണീറ്റ് തുടങ്ങിയിരുന്ന കാണികളൊക്കെ പെട്ടെന്ന് ആവേശഭരിതരായി. വീണ്ടും ഇതാ മത്സരിക്കുന്ന ഒരാൾ. എംപറർ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി മാർക്ക് ഫെല്ലറെ തന്നെ നോക്കിയിട്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കട്ടെ. എംപറർ വീണ്ടും അയാളുടെ സീറ്റ് വന്നിരുന്നു. മാർക്ക് ഫെല്ലർ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്ത മാർക്ക് ഗ്രൗണ്ടിന്റെ നടുവിലോട്ട് വന്നു. ഇപ്പോ ഗ്രൗണ്ടിനകത്ത് തന്നെ ഉണ്ട് ആ പാമ്പ് മാർക്കിനെ കണ്ടു. പക്ഷെ അത് കൂളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇതുപോലെ ഒരുപാട് മാർക്കുകളെ കണ്ട് പരിചയമുള്ള ആളാണല്ലോ നമ്മുടെ സാക്ഷാൽ പാമ്പ് കൗതുകപൂർവ്വം മാർക്കിനെ അങ്ങനെ നോക്കി കിടക്കുകയാണ്. മാർക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് ആ പാമ്പിനോടായി പറഞ്ഞു, ഹേയ്, നീ ശക്തനാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്റെ പല്ല് വേണം, അതുകൊണ്ട് മത്സരിക്കല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടന്നതും ആ പാമ്പ് അതിന്റെ വാല് തറയിലൊന്ന് അടിച്ചു. അതിന്റെ വാല് തറയിലൊന്ന് അടിച്ചതും സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുകയുണ്ടായി. ആ പുക മാർക്കിനെ വിഴുങ്ങുകയും ചെയ്തു. ഈ സമയത്ത് മുകളിലുള്ള ആ ഡ്രീം എംപററുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഒരുത്തരെ ജീവിക്കാൻ അനുവദിച്ചപ്പോൾ അവന് ജീവിതം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യുക? അങ്ങനെ തന്റെ അടുത്ത് നിൽക്കുന്ന ആളോട് ആ ഡ്രീം എംപറർ പറയുമ്പോഴേക്കും ആ പുക അങ്ങ് മാറി. പുക മാറുമ്പോൾ അവിടെ കൂളായി നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയാണ് ഡ്രീം എംപറർ കണ്ടത്. ശരിക്കും ഇപ്പോ കാണികൾക്കും പാമ്പിനും ഒരുപോലെ അമ്പരപ്പ് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാളെ ആ വിഷപ്പുക ബാധിക്കാതെ പോകുന്നത്. തന്റെ പുറത്ത് പെട്ടെന്ന് പുക അടിച്ചപ്പോൾ ആദ്യം മാർക്ക് ഒന്ന് ഞെട്ടിയായിരുന്നു. പക്ഷേ ആ പുക തന്നെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും മാർക്ക് ചിരിച്ചുകൊണ്ട് ആ പാമ്പിന് നേരെ പതുക്കെ നടന്നു തുടങ്ങി. ആ പാമ്പ് ശരിക്കൊരു ഡീമനിക് ബീസ്റ്റാണ്. അതിനും കുറച്ച് സെൻസ് ഒക്കെ ഉണ്ട്. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട പാമ്പ് പെട്ടെന്നൊന്ന് അനങ്ങി. അത് പെട്ടെന്നൊന്ന് അനങ്ങിയതും അതിവേഗതയിൽ അത് മാർക്കിന് ചുറ്റുമായി അങ്ങ് വളയുകയാണ്. മാർക്കിനെ അക്ഷരാർത്ഥത്തിൽ ആ പാമ്പ് അങ്ങ് വളഞ്ഞു. മാർക്കിനെ അതങ്ങ് വളഞ്ഞു ചുറ്റിയെന്ന് പറയാം. മാർക്കിന്റെ കാല് മുതൽ തല വരെ ആ പാമ്പിനകത്താണ്. മാർക്കിനെ അങ്ങ് വളഞ്ഞു ചുറ്റിയ ആ പാമ്പ് പതുക്കെ അതിന്റെ ബോഡി ഒന്ന് ചുരുക്കി കൊണ്ടുവരികയാണ്. അതിവേഗം മാർക്കിനെ ആ പാമ്പ് അങ്ങനെ വലിച്ചു ചുരുക്കുമ്പോൾ ഈ കാഴ്ച കൗതുകത്തോടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രീം എംപറർ. പാമ്പ് ഒരാളെ അങ്ങനെ വരിഞ്ഞു മുറുക്കി കൊല്ലുന്ന കാഴ്ച വളരെ അപൂർവമായിട്ട് അവിടെ സംഭവിക്കാറുള്ളൂ. സാധാരണ രീതിയിൽ വിഷപ്പുകയിൽ ഒട്ടുമുക്കാൽ ആളുകളും വീണു പോകും. വിഷപ്പുകയെ അതിജീവിക്കുന്ന ആളുകളെ കൊല്ലാനാണ് പാമ്പ് ഈ പരിപാടി ഉപയോഗിക്കുക. ആ പാമ്പ് മാർക്കിനിങ്ങനെ വലിഞ്ഞു മുറുക്കി ഏതാണ്ട് മാർക്കിന്റെ ബോഡി തൊട്ടില്ലെന്നായപ്പോൾ അതിന് പിന്നീട് അങ്ങോട്ട് വലിക്കാൻ പറ്റുന്നില്ല. അത് എത്ര ശ്രമിച്ചിട്ടും ചുരുങ്ങുന്നില്ല. മാർക്കിന്റെ ബോഡിയെ ചുരുക്കാൻ ആ പാമ്പിന് അങ്ങോട്ട് പറ്റുന്നില്ല. അതിൻ്റെതായ ഒരു അമ്പരപ്പ് സ്വാഭാവികമായും ആ പാമ്പിന്റെ മുഖത്തുണ്ട്. മാർക്ക് ആ പാമ്പിനോടായി പറഞ്ഞു, ഇനി എന്റെ ടേൺ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ പാമ്പിന്റെ ശൽക്കങ്ങളിൽ ഒന്ന് പിടിച്ചു. മാർക്ക് ഇരു കരങ്ങളും കൊണ്ട് ആ ശൽക്കങ്ങൾ പിടിച്ചിട്ട് ഒരൊറ്റ വലി. ആ പാമ്പിന്റെ ബോഡിയിൽ നിന്ന് 2 ശൽക്കങ്ങൾ മാർക്കിനെ വലിച്ചു പറിച്ചെടുത്തതും ആ പാമ്പ് ദയനീയമായി ഒന്ന് കരഞ്ഞു. അതിന്റെ ചത വരെ ആ ഇളകി വന്ന ശൽക്കങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ട്. ആ 2 ശൽക്കങ്ങളും തറയിലേക്ക് വലിച്ചെറിഞ്ഞ മാർക്ക് ഫെല്ലർ വീണ്ടും അടുത്ത ശൽക്കങ്ങൾ വലിച്ചെടുത്തു. മാർക്ക് അതിവേഗത്തിൽ അതിന്റെ ശൽക്കങ്ങൾ വലിച്ചെടുത്തു തുടങ്ങിയതും പാമ്പിന്റെ ദയനീയമായ കരച്ചിൽ ആ ഗ്രൗണ്ടിൽ അങ്ങനെ മുഴങ്ങി കേട്ടു തുടങ്ങി. ശരിക്കും ഈ നിമിഷത്തിൽ ആ എംപററും ആകെ ഞെട്ടിയെന്ന് പറയാം. ഇത്തരത്തിലൊരു കാഴ്ച കാണേണ്ടി വരുമെന്ന് അയാൾ ഒരിക്കൽ പോലും കരുതിയിരുന്നതല്ല. മാർക്ക് ശൽക്കങ്ങൾ വലിച്ച് എടുത്തു തുടങ്ങിയതും മാർക്കിനെ ചുറ്റിരുന്ന വാലഴിച്ച പാമ്പ് പെട്ടെന്ന് ഒന്ന് ചാടി മാറി. ശരിക്കും അത് ആകാശത്തേക്ക് ഉയരുകയായിരുന്നു പറയാം. ആകാശത്തേക്ക് ഉയർന്ന പാമ്പ് അതിവേഗം അതിന് വായങ്ങ് തുറന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന ആ പാമ്പ് വാ തുറന്നതും മാർക്കിനെതിരെ പാഞ്ഞു വന്നതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിനെ പൂർണ്ണമായി ആ പാമ്പങ്ങ് വിഴുങ്ങി. തന്റെ പാമ്പ് ആ ചെറുപ്പക്കാരന്റെ കൈയാൽ കൊല്ലപ്പെടുമെന്ന് ഡ്രീം എംപറർക്ക് തോന്നിയ ആ നിമിഷത്തിലാണ് ഡ്രീം എംപറർ ആ കാഴ്ച കണ്ടത്. പാമ്പ് ആ ചെറുപ്പക്കാരനെ വിഴുങ്ങുന്ന കാഴ്ച അത് കണ്ടതും ആ ഡ്രീം എംപറർ ഉറക്കെ കൈയടിച്ചു. കണ്ട, ഇത്രയേ ഉള്ളൂ. അയാൾ രണ്ടാമത്തെ ഇത്രയേ ഉള്ളൂ പറയുമ്പോൾ അയാളുടെ ശ്വാസം നിലയ്ക്കുന്ന ഒരു കാഴ്ച അയാൾ കണ്ടു. അയാളുടെ ആ പാമ്പിന്റെ വാ അകത്ത് പോയ കാശി വലിച്ച് പൊളിച്ചു വെച്ചിരിക്കുക. മാർക്ക് ആ വാ പൊളിച്ചു വെച്ചിട്ട്
പാമ്പിനോട് തന്നെ പറയുകയാണ്, ഞാനേ നിന്റെ ഈ പല്ല് എങ്ങനെ എടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്നെ വിഴുങ്ങിയത്. അതെന്തായാലും നന്നായി. അങ്ങനെ പറഞ്ഞ മാർക്ക് പെട്ടെന്നാണ് ആ വിഷപ്പല്ലുകൾ ഒന്ന് വലിച്ചിങ്ങെടുത്തത്. ശരിക്കും അതിദയനീയമായ ഒരു കരച്ചിൽ സ്വാഭാവികമായിട്ടും ആ പാമ്പിന്റെ വായിന്ന് എല്ലാവരും കേട്ടു. പിടഞ്ഞു പോകുന്ന കരച്ചിൽ. മാർക്ക് ഫെല്ലർ അടുത്ത പല്ലും വലിച്ചൂരി. അതിനുശേഷം മൂന്നാമത്തെ പല്ലും. ഈ സമയത്ത് മുകളിൽ ഡ്രീം എംപറർ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറയുകയാണ്, അതിനെ കൊല്ലരുത്, അരെ കൊല്ലരുത്, അത് തോറ്റു. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഉറക്കെ ഡ്രീം എംപററോട് പറഞ്ഞു, ഏയ്, മത്സരത്തിൽ നിയമം എപ്പോഴും ഒരുപോലെയാണ്. ഇവിടെ ഈ പാമ്പ് ആളുകളെ കൊന്നപ്പോ നീ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്റെ പാമ്പിനെ ഞാൻ കൊല്ലുമ്പോഴും ആ ഡയലോഗ് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ പാമ്പിന്റെ കഴുത്തിൽ ഒരു ഒറ്റ ഇടി. 3 പല്ലും പറഞ്ഞു പോയ പാമ്പ് മാർക്കിന്റെ അതിശക്തമായ ആ ഇടി കഴുത്തിലേറ്റതും അതിന്റെ കഴുത്ത് അങ്ങ് ഒടിഞ്ഞു. അടുത്ത നിമിഷത്തിൽ മാർക്ക് കൈ ഉയർത്തി ഒരു ഒറ്റയാടി. ഇത്രയും നാള് ആ ഡ്രീം ഐലൻഡിന്റെ സ്വപ്നമായി വിലസിയിരുന്ന ആ പാമ്പിന്റെ തല ഇപ്പോ അതിന്റെ ഉടലിൽ ഇല്ല. അതങ്ങ് ചിതറി. മാർക്ക് ഫെല്ലർ ആ ബോഡി തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ആ പല്ലുകൾ മാർക്ക് സുരക്ഷിതമായി മാർക്കിന്റെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റിയതും ഡ്രീം എംപറർ ദേഷ്യം കൊണ്ട് ചുവന്നു. ഏയ്, നീ എന്ത് ധിക്കാരമാണ് കാണിച്ചതെന്നറിയാവോ? നീ എന്റെ വളർത്തു പാമ്പിനെ കൊന്നു. ഹലോ, ഇവിടെ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. എപ്പോഴും ഒരു ഭാഗം മാത്രം വിജയിച്ചാൽ പോരല്ലോ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഡ്രീം എംപറർ മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. ഏയ്, താൻ ആരായാൽ എനിക്കെന്താ? ഇവിടെ ഒരു മത്സരമുണ്ടെന്ന് കണ്ടു, പേര് രജിസ്റ്റർ ചെയ്തു, ഞാൻ മത്സരിച്ചു. അതിന് മുകളിൽ നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബാ, നമുക്ക് ഏറ്റുമുട്ടാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാൾ കൈയൊന്ന് അനക്കി. ആ പാമ്പിനെ കെട്ടിയിടാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങല പെട്ടെന്ന് മാർക്കിന്റെ പുറത്ത് വന്നു വീണു. ഒരു മാന്ത്രിക ചങ്ങലയാണ് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും വന്നു വീണിരിക്കുന്നത്. ആ ചങ്ങല മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും വീണതും ഡ്രീം എംപറർ ഒന്ന് ചിരിച്ചു. ഹേയ് ചെറുപ്പക്കാരാ, ഇത്രയും നാൾ എന്റെ ഈ വളർത്തു പാമ്പാണ് ആളുകളെ രസിപ്പിച്ചത്. ഇനി മുതൽ ആ ജോലി നിനക്കാണ്. ഇനി നിന്റെ ജീവിതം ഇവിടെ എന്റെ ഈ ചങ്ങലയ്ക്കുള്ളിലാണ്. അങ്ങനെ ആ ഡ്രീം എംപറർ പറഞ്ഞതും മാർക്ക് കൈയൊന്നനക്കി. ആ നിമിഷത്തിൽ മാർക്കിനെ ബന്ധിച്ച ആ ചങ്ങല കിണിങ്ങുന്ന ശബ്ദത്തോടുകൂടി തെറിച്ച് ചിതറി. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചങ്ങലയാണ് മാർക്കിന്റെ ബോഡിയെ പൂട്ടാൻ ആ ഡ്രീം എംപറർ ഉപയോഗിച്ചത്. പക്ഷെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ചങ്ങല പൊട്ടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും ശ്വാസം പിടിച്ചാൽ നിൽക്കുന്നത്. അവര് ഇത്തരത്തിലൊരു രംഗം സ്വപ്നത്തിൽ പോലും വിഷ്വലൈസ് ചെയ്തിരുന്നില്ല. മാർക്ക് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നടന്ന് ഡീസന്റെ അടുത്തേക്ക് എത്തി. ഡീസനെയും കൂട്ടി മാർക്ക് പുറത്തേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ ഡീസനൊപ്പം ഹോട്ടലിൽ മടങ്ങിയെത്തിയതും ഡീസൻ അവന്റെ കയ്യിൽ കരുതിയിരുന്ന ആ ഫ്ലാഗ് മാർക്കിന് കൊടുത്തു. മാർക്ക് ആ ഫ്ലാഗ് വാങ്ങിച്ചു നോക്കി. ശരിക്കും ആ ഫോർമേഷൻ ഫ്ലാഗ് തന്നെയാണ്. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുന്ന 8 ഫ്ലാഗുകളിൽ ഒന്ന് തന്നെയാണ് അത്. ഇപ്പോൾ മാർക്കിന്റെ കയ്യിൽ 4 ഫ്ലാഗായി. ഫ്ലാഗ് കയ്യിൽ ഏറ്റുവാങ്ങിയ മാർക്ക് സന്തോഷത്തോടെ ആ ഫ്ലാഗ് മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റിയതും ഡീസൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഇത് മുതൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണല്ലോ. അങ്ങനെ ചോദിച്ചതും മാർക്ക് ഡീസനോട് പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ ശിഷ്യനാക്കുന്നു. അത് കേട്ടതും അവൻ മാർക്കിനെ തൊഴുതു. മാസ്റ്റർ, എന്നെ അനുഗ്രഹിക്കണം. ഡീസൻ അങ്ങനെ പറയുമ്പോഴാണ് പുറത്ത് വാതിൽ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടതും മാർക്ക് ഡീസനോട് പറഞ്ഞു, ഇത് മറ്റേ കക്ഷിയാണ്, നമ്മുടെ ആ പല്ല് ആവശ്യമുള്ള ആള്. മാർക്കിന്റെ പ്രവചനം ശരിയാണെന്ന് വാതിൽ തുറന്ന് ഡീസന് മനസ്സിലായി. ഡീസൻ ആ ഫ്ലാഗ് മോഷ്ടിച്ച ആ കടയുടെ ഉടമ ഇതാ അകത്തേക്ക് വന്നു. അയാൾ ആകെ പരിങ്ങി നിൽക്കുകയാണ്. അയാളും വിവരം അറിഞ്ഞു. എംപററുടെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ആ വളർത്തു പാമ്പിനെ കൊന്ന വ്യക്തി ആ പാമ്പിന്റെ പല്ലുകൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയ കഥ അയാൾ കേട്ടായിരുന്നു. അയാള് മാർക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ പല്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അയാൾ അകത്തേക്ക് വന്നതും മാർക്ക് ഫെല്ലർ ആ പല്ലെടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ശരിക്കും അയാള് ആകെ ഞെട്ടിയതുപോലെയായി. സുഹൃത്തെ, സോറി, ഞാൻ ഇങ്ങനെ കാര്യമില്ല, നിങ്ങൾക്ക് ഈ പല്ലല്ലേ വേണമെന്ന് പറഞ്ഞത്, ഇതാ ഈ പല്ല്. ആ ആള് മാർക്കിനോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോയതും വീണ്ടും ആ മുറിയിലേക്ക് ആളുകൾ വന്നു. വന്ന ആളുകൾ മാർക്കിന്
ചില സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. ഡ്രീം എംബറുടെ വക സമ്മാനങ്ങളാണ് അവർ മാർക്കിന് കൊണ്ടുവന്നത്. കൊല്ലപ്പെട്ട പാമ്പിന്റെ തോലാണ് ഒരു സമ്മാനം. കൊല്ലപ്പെട്ട പാമ്പിന്റെ രക്തം ശേഖരിച്ച ജാറുകളാണ് വേറൊരു സമ്മാനം. പിന്നീട് സമ്മാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രത്നങ്ങളൊക്കെ വരികയാണ്. അവസാനം മാർക്കിനെ കാണാനായി സാക്ഷാൽ ഡ്രീം എംബറർ തന്നെ വന്നു. അവർ തമ്മിൽ പരിചയപ്പെട്ടു. മാർക്കിന്റെ പേര് പറഞ്ഞതും അയാളുടെ പേര് പറഞ്ഞു. അയാളുടെ പേര് നിക്കോൾസൺ എന്നാണ്. മിസ്റ്റർ നിക്കോൾസൺ, നിങ്ങളുടെ ഈ സമ്മാനങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ എന്തായാലും നിങ്ങളുമായി സൗഹൃദമുണ്ടാക്കാനല്ല ഈ ദ്വീപിലേക്ക് വന്നത്. ഞാൻ ഹോളി റിജിനിലേക്ക് പോകാൻ പോവുകയാണ്. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ ഹോളി റിജിനിലേക്ക് പോകുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. എന്താണ്? മിസ്റ്റർ മാർക്ക് എന്നോടൊപ്പം പാലസിലേക്ക് വരണം. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. മാർക്ക് ആ എംബറുടെ ആവശ്യം കേട്ടപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ നിക്കോൾസൺ എന്ന ആ എംബറർക്കൊപ്പം പാലസിലേക്ക് തിരിച്ചു. അവര് പാലസിനകത്തേക്ക് കടന്നു. പാലസിനകത്ത് കിടന്ന മാർക്കിനെയും കൊണ്ട് നിക്കോൾസൺ എത്തിയത് പാലസിന്റെ പുറകുവശത്തുള്ള ഒരു മതിലിനടുത്തേക്കാണ്. ആ മതിലിൽ ഒരു ചെറിയ വാതിലുണ്ട്. ആ വാതിൽ വഴി നിക്കോൾസൺ പുറത്ത് കടന്നു. മാർക്ക് അയാളെ ഫോളോ ചെയ്യുകയാണ്. ആ വാതിൽ വഴി പുറത്ത് കിടന്ന നിക്കോൾസൺ മാർക്കുമായി എത്തിയത് ഒരു വിജനമായ സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അമ്പരപ്പ് മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. അല്പം ദൂരം നടന്നതും അവര് ഒരു വലിയ കുഴിയുടെ അടുത്തെത്തി. ഒരു കറുത്ത നിറം മാത്രമുള്ള കുഴി. ആ കുഴിയുടെ അടുത്തെത്തിയ നിക്കോൾസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കുഴി ശരിക്കും എന്നെ അതിശയിപ്പിച്ച ഒരു സ്ഥലമാണ്. ഞാൻ ഈ കുഴിക്കിട്ടിരിക്കുന്ന പേര് അറ്റമില്ലാത്ത പാതാളമെന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? മാർക്ക്, ഈ കുഴിക്ക് അറ്റമില്ല എന്നാണ് സത്യം. സത്യത്തിൽ ഈ കുഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ ഈ കുഴി എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കുഴിയിൽ നിന്ന് കിട്ടിയതാണ് ഇന്ന് മാർക്ക് നീ കൊന്ന ആ പാമ്പ്. അതുപോലെ തന്നെ നിന്നെ പൂട്ടാൻ ഞാൻ ഉപയോഗിച്ച ചങ്ങലയുണ്ടല്ലോ, അതും എനിക്ക് ഈ കുഴിയിൽ നിന്ന് കിട്ടിയതാണ്. വേറെയും ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ കുഴിയുടെ അടുത്തേക്ക് അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഞാനത് എടുക്കും. അങ്ങനെയാണ് ഞാനത് എടുത്തത്. പക്ഷെ താഴോട്ട് ഇറങ്ങാൻ എനിക്ക് ഇതുവരെയും ധൈര്യം വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ താഴെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണമെന്നാണോ? മാർക്ക്, എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇറങ്ങിയാൽ അത് ഡേഞ്ചർ ആണെന്ന് എനിക്കറിയാം. പക്ഷെ അപകടം ഉള്ള സ്ഥലത്തെ ഫലങ്ങളും ഉണ്ടാകും. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ആൾക്ക് നല്ല വിജയം ഉണ്ടാകുമെന്നാണ് അയാൾ പറയാതെ പറയുന്നത്. മാർക്ക് അത് കേട്ടതും അല്പനേരം നിശബ്ദനായി ആ കുഴിയിലേക്ക് നോക്കുന്നതിന് ശേഷം എംബറർ നിക്കോൾസണോട് പറഞ്ഞു, മിസ്റ്റർ നിക്കോൾസൺ, തൽക്കാലം എൻ്റെ പ്രയോറിറ്റിയിൽ ഇതില്ല. ഞാൻ എന്തായാലും ഒരിക്കലും ഇവിടെ വരാം. അന്ന് ഞാൻ ഈ കുഴി ഒന്ന് പരിശോധിക്കുകയും ചെയ്യാം. തൽക്കാലം ഞാൻ വേറെ ചില ആക്ടിവിറ്റീസിൽ വ്യാപൃതനാണ്. നിക്കോൾസണോട് മാർക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്കിന്റെ ഫോണിൽ ഒരു കോള് വന്നു. കോള് മാർക്ക് എടുക്കുമ്പോൾ മറുഭാഗത്തുള്ള ആള് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. മാർക്ക് ചോദിക്കുകയും ചെയ്തു, എന്താ, ആരാ? മറുഭാഗത്തുള്ള ആള് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കേട്ടതും വേറൊരു ശബ്ദം മാർക്ക് കേട്ടു. അലോഷി, നീ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അച്ഛൻ മരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ച ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഷാൻഹായിയാണ്. മാർക്ക്, അച്ഛന് തീരെ സുഖമില്ല. നിന്നെ അവസാനമായി കാണാൻ അച്ഛന് ആഗ്രഹമുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ഷാൻഹായി ഫോൺ കട്ട് ചെയ്തു. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് 3 മാസം കൂടിയേ ആയുസുള്ളെന്നുള്ള കാര്യം മാർക്കിനും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യം മാർക്ക് ഷാൻഹായിയോട് പറഞ്ഞതുമാണ്. 3 മാസം ഇത് അതിവേഗതയിൽ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിനുണ്ടായത്. മാർക്ക് നിക്കോൾസണോട് പറഞ്ഞു, മിസ്റ്റർ നിക്കോൾസൺ, എനിക്ക് ഉടനെ മടങ്ങിപ്പോകണം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.